Good afternoon. Good afternoon, Miss. എല്ലാവരും എത്തിയോ? ഇല്ലേ? ഞാൻ ജഷി ടീച്ചറിനോട് ഒരു 5 മിനിറ്റ് മുന്നേ തീർക്കാൻ പറ്റുമോ എന്ന് ചോദിച്ച് മേടിച്ച് ഞാൻ കയറിയതാണ്. ഇന്ന് നമുക്ക് ഈ ചാപ്റ്റർ ഒന്ന് തീർക്കാമോ എന്ന് വിചാരിച്ച്. അടുത്ത ആഴ്ച ഇനിയിപ്പോ എത്ര ദിവസം റിവിഷന് കിട്ടുമെന്ന് അറിയില്ല. പിന്നെ പെസഹയൊക്കെ ആയില്ലേ, പെസഹ വ്യാഴം ദുഃഖവെള്ളിയൊക്കെ വരുമല്ലേ. അപ്പൊ അതുകൊണ്ട് നമുക്കും കറക്റ്റ് ആയിട്ട് ഇവിടെ നിന്ന് ഒരു ഇൻഫർമേഷൻ കിട്ടിയിട്ടില്ല എത്ര ദിവസം അടുത്ത ആഴ്ച ക്ലാസ് ഉണ്ട് എന്നുള്ളത്. അപ്പൊ നമുക്ക് മാക്സിമം ഞാൻ റിവിഷൻ കിട്ടാവുന്ന രീതിയിലാണ്. നമുക്ക് റിവിഷൻ ഒന്ന് നോക്കിയിട്ടല്ലേ കാര്യമുള്ളൂ. റിവിഷൻ ഒന്ന് ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് ആണെങ്കിലും പ്രീവിയസ് ക്വസ്റ്റ്യൻസ് ഒക്കെ ഒന്ന് ചെയ്താലാണ് നമ്മൾ ഒരുപാട് എത്രത്തോളം പഠിച്ചു എന്നുള്ളത് നമുക്ക് അത് എഴുതാൻ പറ്റുന്നതിലല്ലേ. നമുക്ക് ആ ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് ഒക്കെ നോക്കുന്നത് വളരെ പ്രയോജനപ്രദമായിരിക്കും. അപ്പൊ അതുകൊണ്ടാണ് നമുക്ക് ക്ലാസ് ഒന്ന് വേഗം തീർന്നിട്ട്. ഇതിപ്പോ ലാസ്റ്റ് ഏരിയയിലാണെങ്കിലും ഞാൻ പറഞ്ഞല്ലോ 32 എണ്ണം ഉണ്ട്. അതിന് ഫോർമുലാസ് ആണ് ചോദിച്ചിട്ടുള്ളൂ. ആ ഒരു സെക്ഷനിൽ നിന്ന് നമുക്ക് ഫോർമുല മാത്രമേ ചോദിച്ചു കണ്ടിട്ടുള്ളൂ. അത് 1 or 2 മാക്സിമം, അതിൽ കൂടുതൽ ഇല്ലതാണ്. ഒരുപാട് ടൈം അതിന് വേണ്ടിയിട്ട് നമ്മൾ ചെലവാക്കണ്ടേ, അത്ര ഒരു സ്ട്രെസ് ചെയ്ത് പഠിക്കേണ്ട ഒരു ഏരിയ അല്ല അത്. അതിന്റെ ഫോർമുലാസ് നോക്കുക. അത് ഞാൻ പറഞ്ഞു തരാം. എത്ര എണ്ണം നിങ്ങൾ പഠിക്കണം. ഫുള്ള് 32 എണ്ണവും പഠിക്കണ്ട കേട്ടോ. അത് ഞാൻ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ളത് പറഞ്ഞു തരാം. അതെന്തായാലും നോക്കണം. ജസ്റ്റ് ഒന്ന് ഇപ്പൊ നമ്മൾ ക്ലാസ്സിലാണെങ്കിലും എഴുതുമ്പോഴാണെങ്കിലും നിങ്ങൾക്ക് ഓർമ്മയുണ്ട് ഓപ്ഷൻ ഉള്ളത് കൊണ്ട് തന്നെ നിങ്ങൾക്ക് അത് എഴുതാൻ പറ്റും. ഇത് എന്തായാലും സ്ട്രെസ് ചെയ്ത് പഠിക്കേണ്ട കുറച്ചുണ്ട്, അതും പറഞ്ഞു തരാം ഞാൻ. ഓക്കെ, അപ്പൊ എന്നാ ക്ലാസ് തുടങ്ങാം. നമുക്ക് എല്ലാവരും എത്തിയെന്ന് വിശ്വസിക്കുന്നു. ഓക്കെ, സ്റ്റാർട്ട് ചെയ്യാം. സ്റ്റാർട്ട് ചെയ്യാം. എന്തു പറ്റി എല്ലാരും ഒരു ഇതായിട്ടിരിക്കുന്നേ? പഠിച്ചു മടുത്താ? അത് എക്സാം ആയോണ്ടാണോ? എന്താണ് ഒരു മറുപടി ഇല്ലാത്ത? എന്തു പറ്റി? ഒന്നും പറ്റിയില്ല. ഓക്കെ, ഇനി നെക്സ്റ്റ് നമ്മള് 16 എണ്ണം നമ്മൾ പറഞ്ഞു. അപ്പൊ ഇതിനകത്ത് ഫോർമുലാസിൽ കോൺസെൻട്രേറ്റ് ചെയ്യുക. അതിന് മുന്നുള്ള ജസ്റ്റ് ഒന്ന് നമുക്ക് എന്താണെന്ന് പറയാം, ഫോർമുല നോക്കാം. ഇനി അടുത്താണ് നെക്സ്റ്റ് 17. 17ാമത്തെ നമ്മൾ പറയാം. നിങ്ങൾ ബാലൻസ് അത് എഴുതിയായിരുന്നോ നോട്ടിലേക്ക്? 10 ക്ലാസ്സിൽ എഴുതി ബാക്കി 6 കൂടി അത് ഒരുമിച്ചൊന്ന് അടുത്ത് എഴുതി വെക്കാൻ വേണ്ടിയാണ്. പിന്നെ ഒരു പ്രാവശ്യം നമ്മൾ ബുക്കിലേക്ക് എഴുതുമ്പോൾ നിങ്ങൾക്കും കുറച്ചും കൂടി ഒന്ന് മനസ്സിൽ ഒന്നുകൂടി പതിഞ്ഞോട്ടെ എന്ന് കരുതിയിട്ടാണ് ബുക്കിലേക്ക് ഒന്ന് എഴുതി വെച്ചോളാം പറഞ്ഞത്. ഇനി അടുത്തത് നെക്സ്റ്റ് 17ാമത്തെയാണ് 17. ഇതൊക്കെ സിമ്പിൾ കാര്യങ്ങളാണ്. നമ്മളവർക്ക് ഇത് എന്തിനാണ് ഇത്രയും വലിയ ഫോർമുലാസ് കൊടുക്കണേന്ന് നോക്കിയേ. ഹാൻഡ് ഹൈജീൻ കംപ്ലൈൻസ് റേറ്റ്. കംപ്ലൈൻസ് റേറ്റ് എന്ന് പറഞ്ഞാൽ അത് പാലിക്കല് എന്നുള്ള മീനിങ് ആണ്. അപ്പൊ ഹാൻഡ് ഹൈജീൻ പാലിക്കുന്ന ആ റേറ്റ് എത്രയാണ്, എത്ര ശതമാനം ഹാൻഡ് ഹൈജീൻ പാലിക്കുന്നുണ്ട്, കൈ ശുദ്ധിയാക്കല്, ഹാൻഡ് ഹൈജീൻ പാലിക്കുന്നതിന്റെ റേറ്റ്. ഇതാണ് കംപ്ലൈൻസ് എന്ന് പറഞ്ഞാൽ പാലനം എന്നുള്ളതാണ്. അപ്പൊ അതിന്റെ ഫോർമുല മാത്രമേ തന്നിട്ടുള്ളൂ. നോക്കിയേ, ടോട്ടൽ നമ്പർ ഓഫ് ഹാൻഡ് ഹൈജീൻ ആക്ഷൻ പെർഫോംഡ്. അവിടെ മൊത്തം പെർഫോം ചെയ്ത ഹാൻഡ് ഹൈജീൻ ആക്ഷൻസിന്റെ ടോട്ടൽ നമ്പർ ഡിവൈഡഡ് ബൈ ടോട്ടൽ നമ്പർ ഓഫ് ഹാൻഡ് ഹൈജീൻ ഓപ്പർച്യൂണിറ്റീസ്. അവിടെ ഹാൻഡ് ഹൈജീൻ ഓപ്പർച്യൂണിറ്റീസ് അവസരങ്ങൾ എത്രയുണ്ട്, അപ്പൊ അതിന്റെ ടോട്ടൽ നമ്പർ ഇൻറ്റു 100. സിമ്പിൾ ആയിട്ടുള്ള ഇക്വേഷൻ ആണ്. ടോട്ടൽ നമ്പർ ഓഫ് ഹാൻഡ് ഹൈജീൻ ആക്ഷൻ പെർഫോംഡ്. അവിടെ പെർഫോം ചെയ്ത ഹാൻഡ് ഹൈജീൻ ആക്ഷൻസിന്റെ ടോട്ടൽ നമ്പർ ഡിവൈഡഡ് ബൈ ടോട്ടൽ നമ്പർ ഓഫ് ഹാൻഡ് ഹൈജീൻ ഓപ്പർച്യൂണിറ്റീസ്. അവിടെ ആ ഹാൻഡ് ഹൈജീൻ ഓപ്പർച്യൂണിറ്റീസിന്റെ ടോട്ടൽ നമ്പർ ഇൻറ്റു 100 ചെയ്യുക. ഓക്കെ, ഇനി നെക്സ്റ്റ് 18ാമത്തെ നോക്കിയേ. പെർസെന്റേജ് ഓഫ് cases who receive appropriate prophylactic antibiotics with the specified time frame. Prophylactic antibiotics കേട്ടിട്ടുണ്ടോ? Prophylactic antibiotics ഇതെന്ന് വെച്ചാൽ നമ്മൾ അതൊരു പ്രിവെന്റ് ചെയ്യാനാണ്. ഇൻഫെക്ഷൻസ് ഒക്കെ പ്രിവെന്റ് ചെയ്യാതിരിക്കാൻ വേണ്ടി യൂസ് ചെയ്യുന്ന ഒരു ആന്റിബയോട്ടിക് ആണ്. പ്രൊഫൈലാക്റ്റിക് ആന്റിബയോട്ടിക്സ് മീൻസ് ദീസ് ആർ ആന്റിബയോട്ടിക്സ് ദാറ്റ് യു ടേക്ക് ടു
പ്രിവെന്റ് ഇൻഫെക്ഷനെ പ്രിവെന്റ് ചെയ്തതിന് വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്ന ആന്റിബയോട്ടിക് ആണ് പ്രോഫൈലാറ്റിക് ആന്റിബയോട്ടിക്സ് വിത്തിൻ എ സ്പെസിഫൈഡ് ടൈം ഇന്റർവെൽ. അപ്പൊ ഇതിനകത്ത് എന്താ പറഞ്ഞേക്കുന്നത്, അതിനാൽ ഒരു സ്പെസിഫൈഡ് ടൈം ഫ്രെയിമില്, ഒരു നിർദ്ദിഷ്ട സമയപരിധിക്കുള്ളില് അവിടെ അപ്രോപ്രിയേറ്റ് ആയിട്ട് റിസീവ് ചെയ്ത ആ പ്രോഫൈലാറ്റിക് ആന്റിബയോട്ടിക്കുകൾ അത് സ്വീകരിച്ച കേസുകളുടെ പെർസെന്റേജ്. The percentage of cases who received appropriate prophylactic antibiotics. Prophylactic antibiotics receive ചെയ്ത സ്വീകരിച്ച കേസുകളുടെ പെർസെന്റേജ്. അത് എങ്ങനെയാണ്? വിത്തിൻ എ സ്പെസിഫൈഡ് ടൈം ഫ്രെയിം, ഒരു നിർദ്ദിഷ്ട പരിധിക്കുള്ളില് പ്രോഫൈലാറ്റിക് ആന്റിബയോട്ടിക്സ് സ്വീകരിച്ച കേസുകളുടെ പെർസെന്റേജ്. അതിന്റെ ഫോർമുല നോക്കിയേ, നമ്പർ ഓഫ് പേഷ്യന്റ് ഹു ഡിഡ് റിസീവ് അപ്രോപ്രിയേറ്റ് പ്രോഫൈലാറ്റിക് ആന്റിബയോട്ടിക്സ്. അപ്പോ നമ്പർ ഓഫ് പേഷ്യൻസ്, എത്ര പേഷ്യൻസ് ഇത് റിസീവ് ചെയ്തോ, പ്രോഫൈലാറ്റിക് ആന്റിബയോട്ടിക്സ് റിസീവ് ചെയ്തു എന്നുള്ള പേഷ്യൻസിന്റെ നമ്പറിനെ ഡിവൈഡഡ് ബൈ നമ്പർ ഓഫ് പേഷ്യൻസ് ഹു അണ്ടർവെന്റ് സർജറീസ് ഇൻ ദ ഓപ്പറേഷൻ തിയേറ്റർ OT ഇൻറ്റു 100. അണ്ടർവെന്റ് സർജറീസ് എന്ന് പറഞ്ഞാൽ ഓപ്പറേഷൻ തിയേറ്ററിൽ ശസ്ത്രക്രിയക്ക് വിധേയരായിട്ടുള്ള പേഷ്യൻസിന്റെ നമ്പർ ഓഫ് പേഷ്യൻസ് ഹൂസ് അണ്ടർവെന്റ് സർജറീസ് ഇൻ ദ OT. അണ്ടർവെന്റ് എന്ന് പറഞ്ഞാല് വിധേയരായിട്ടുള്ള ആ ഓപ്പറേഷൻ തിയേറ്ററിൽ സർജറിക്ക് വിധേയരായിട്ടുള്ള പേഷ്യൻസിന്റെ നമ്പർ കൊണ്ട് ഡിവൈഡ് ചെയ്യുക, ഇൻറ്റു 100 ചെയ്യുക. ഓപ്ഷൻസ് ഉണ്ടാവും. അപ്പൊ നിങ്ങൾ ഇതിനകത്ത് എന്താ ന്യൂമറേറ്ററും ഡിനോമിനേറ്ററും മാറിപ്പോവാതെ എഴുതാം. അതായിരിക്കും ന്യൂമറേറ്റർ ഡിനോമിനേറ്ററിലേക്ക് കൊടുക്കുക, ഡിനോമിനേറ്റർ ന്യൂമറേറ്ററിലേക്ക്, അങ്ങനെയൊക്കെയാണ് ഓപ്ഷൻസ് കൂടുതൽ കണ്ടേക്കണത്. പിന്നെ പെർസെന്റേജ് ആകുമ്പോൾ ഇൻറ്റു 100, അത് ചിലതിൽ മാത്രമേ അങ്ങനെ വരുന്നുള്ളൂ. അതും ഒന്ന് നോക്കുക. അപ്പൊ ഇതിനകത്ത് നോക്കാം, അവിടെ ഈ പ്രോഫൈലാറ്റിക് ആന്റിബയോട്ടിക്സ് റിസീവ് ചെയ്ത പേഷ്യന്റ്, അതാണ് ന്യൂമറേറ്ററിൽ വരുന്ന, ഡിവൈഡഡ് ബൈ ദ നമ്പർ ഓഫ് പേഷ്യൻസ് ഹൂസ് അണ്ടർവെന്റ് സർജറീസ് ഇൻ ദ ഓപ്പറേഷൻ തിയേറ്റർ. ഓപ്പറേഷൻ തിയേറ്ററിൽ സർജറിക്ക് വിധേയരായിട്ടുള്ള പേഷ്യൻസിന്റെ നമ്പർ. ഇനി അടുത്തതാണ് 19ാമത്തെ നോക്കിയേ, പെർസെന്റേജ് ഓഫ് റീഷെഡ്യൂളിംഗ് ഓഫ് സർജറീസ്. ഇന്നലെ നമ്മൾ പറഞ്ഞായിരുന്നു അല്ലെ, ഇത് ഇവിടെ നോക്കിയത് എന്താ, റീഷെഡ്യൂളിംഗ് ഓഫ് സർജറി, റീഷെഡ്യൂൾ ചെയ്ത പെർസെന്റേജ്. എന്തെങ്കിലും പ്രശ്നങ്ങൾ കൊണ്ടൊക്കെ സർജറി മാറ്റി വെക്കുമല്ലോ, റീഷെഡ്യൂൾ ചെയ്തിട്ടുണ്ടാവും ആ സർജറിയുടെ, അത് നമ്മൾ ഒന്ന് ഫിക്സ് ചെയ്തിട്ട് പിന്നെ അത് റീഷെഡ്യൂൾ ചെയ്ത അതിന്റെ പെർസെന്റേജ് പറയുന്നത്. ഇവിടെ നോക്കി, റീഷെഡ്യൂളിംഗ് ഓഫ് സർജറീസ് കൺസിസ്റ്റ് ഓഫ് ക്യാൻസലേഷൻ, ക്യാൻസൽ ആയി പോയത്, എന്തെങ്കിലും ഓപ്പറേഷൻസ് ഒക്കെ ക്യാൻസൽ ചെയ്തത്, ആൻഡ് പോസ്റ്റ്പോൺമെന്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് മാറ്റിവെച്ചത്, പോസ്റ്റ്പോണ്ട് ചെയ്തത്, പോസ്റ്റ്പോൺമെന്റ് മാറ്റിവെച്ചത് അല്ലെങ്കിൽ ക്യാൻസൽ ആയി പോയത് സർജറീസ് ആണ് റീഷെഡ്യൂളിംഗ് സർജറീസ് എന്ന് പറയുന്നത്. ഇവിടെ ബ്രാക്കറ്റിൽ കൊടുത്തേക്കെന്ന് നോക്കിയാൽ ബിയോണ്ട് 4 hours, 4 മണിക്കൂറിനപ്പുറം. 4 മണിക്കൂറിന് മുന്നേ വരെ ഉള്ളത് കുഴപ്പമില്ല, 4 മണിക്കൂറിന് ശേഷം 4 മണിക്കൂർ കഴിഞ്ഞിട്ട് പോസ്റ്റ്പോണ്ട് ചെയ്യില്ലേ, ഇപ്പൊ നമ്മളൊരു 6 മണിക്കൂറത്തേക്ക് പോസ്റ്റ്പോണ്ട് ചെയ്തു, അല്ലെങ്കിൽ 10 മണിക്കൂറത്തേക്ക് അത് പോസ്റ്റ്പോണ്ട് ചെയ്തു, അങ്ങനെ ബിയോണ്ട് 4 hours എന്ന് പറഞ്ഞിട്ടുണ്ട് ഓഫ് ദ സർജറി. സർജറി നമ്മൾ എന്തെങ്കിലും കാരണം കൊണ്ട് ക്യാൻസൽ ആയി പോയതോ അല്ലെങ്കിൽ 4 മണിക്കൂറിന് അപ്പുറം പോസ്റ്റ്പോണ്ട് ചെയ്തതോ ആണ് റീഷെഡ്യൂളിംഗ് സർജറീസ് എന്ന് പറയുന്നത്. ഇവിടെ നോക്കിയേ, നമ്പർ ഓഫ് കേസസ് റീഷെഡ്യൂൾഡ് ഡിവൈഡഡ് ബൈ നമ്പർ ഓഫ് കേസസ് പ്ലാൻഡ്. റീഷെഡ്യൂൾ ചെയ്ത കേസിന്റെ നമ്പർ ഓഫ് കേസസ് റീഷെഡ്യൂൾഡ് ഡിവൈഡഡ് ബൈ നമ്പർ ഓഫ് കേസസ് പ്ലാൻഡ്. അവിടെ പ്ലാൻ ചെയ്ത കേസുകളുടെ എണ്ണം കൊണ്ട് ഡിവൈഡ് ചെയ്യുക, ഇൻറ്റു 100. റീഷെഡ്യൂൾ ചെയ്ത കേസുകൾ നമ്പർ ഓഫ് കേസസ് റീഷെഡ്യൂൾഡ് ഡിവൈഡ് ബൈ നമ്പർ ഓഫ് കേസസ് പ്ലാൻഡ് ഇൻറ്റു 100. ഓക്കെ, ഇതാണ് പെർസെന്റേജ് ഓഫ് റീഷെഡ്യൂളിംഗ് ഓഫ് സർജറി എന്ന് പറയുന്നത്. അവിടെ റീഷെഡ്യൂൾ ചെയ്ത സർജറീസിന്റെ നമ്പർ ഓഫ് കേസസ് പ്ലാൻ ചെയ്ത കേസിന്റെ എണ്ണം കൊണ്ട് ഡിവൈഡ് ചെയ്യുക, ഇൻറ്റു 100 ചെയ്യുക. ഇനി അടുത്ത് നോക്കിയേ, 20ാമത്തെ
ടേൺ അറൌണ്ട് ദ ടൈം ഫോർ ഇഷ്യൂ ഓഫ് ബ്ലഡ് ആൻഡ് ബ്ലഡ് കമ്പോണൻസ്. ഇവിടെ ടേൺ അറൌണ്ട് ദ ടൈം ഫോർ അത് അതിൽ എന്താ ടേൺ അറൌണ്ട് ചെയ്തത് മാറ്റി ഒരു തിരിഞ്ഞ സമയം എന്നുള്ളതാണ്. ഒരു എന്താ ടേൺ അറൌണ്ട് ഈ ഇഷ്യൂ ചെയ്യാനുള്ള ഒരു ടൈം എന്നുള്ള ഉദ്ദേശത്തില് ബ്ലഡും ബ്ലഡ് കമ്പോണന്റും ഇഷ്യൂ ചെയ്യാനുള്ള ഒരു ടൈം. ടേൺ അറൌണ്ട് ടൈം ഫോർ ഇഷ്യൂ ഓഫ് ബ്ലഡ് ആൻഡ് ബ്ലഡ് കമ്പോണന്റ്. ടേൺ അറൌണ്ട് ടൈം എന്ന് പറഞ്ഞാൽ ദ ടൈം ടേക്കൺ ടു കാൽക്കുലേറ്റ് ഫ്രം ദ ടൈം ദ റിക്വസ്റ്റ് ഈസ് റിസീവ്ഡ് ഇൻ ദ ബ്ലഡ് ബാങ്ക്. ബ്ലഡ് ബാങ്കില് ആ റിക്വസ്റ്റ് റിസീവ് ചെയ്ത ടൈം till the blood is cross-matched or reserved and available for transfusion. എന്ന് വെച്ചാൽ ബ്ലഡ് ബാങ്കില് ആ റിക്വസ്റ്റ് നമ്മളെ ഇപ്പൊ ബ്ലഡിന് ഏതെങ്കിലും റിക്വസ്റ്റ് കൊടുത്ത ആ സമയം ലഭിച്ച സമയം മുതൽ ബ്ലഡ് ക്രോസ് മാച്ച് ചെയ്തത് അല്ലെങ്കിൽ റിസർവ് ചെയ്ത ബ്ലഡ് ട്രാൻസ്ഫ്യൂഷൻ ലഭ്യമാക്കുന്നത് വരെ എടുക്കുന്ന ആ ടൈമിനാണ് പറയുന്നത്. അതായത് നമ്മൾ ആ ബ്ലഡ് ബാങ്കിൽ റിക്വസ്റ്റ് കൊടുത്ത ടൈം മുതൽ ടിൽ ദ ബ്ലഡ് ബാങ്ക് ടിൽ ദ ബ്ലഡ് അവിടെ നിന്ന് ആ സമയം മുതൽ ബ്ലഡ് ക്രോസ് മാച്ച് ചെയ്ത് അല്ലെങ്കിൽ റിസർവ് ചെയ്തത് അത് നമുക്ക് ആ ട്രാൻസ്ഫ്യൂഷന് അവൈലബിൾ ആയിട്ടുള്ള ലഭ്യമാക്കുന്നത് വരെ കണക്കാക്കേണ്ട സമയമാണ്. ഇതിന്റെ ഫോർമുല നോക്കുക. സം ഓഫ് ദ ടൈം ടേക്കൺ divided by total number of blood and the blood components cross matched or reserved ആട്ടോ. അവിടെ ഡിവൈഡ് അല്ലാതെ സ്ലാഷ് കൊടുത്തേക്കണം ഓർ റിസർവ്ഡ് എന്നാണ്. അപ്പൊ മൊത്തം എടുത്ത ടൈം സം ഓഫ് ടൈം ടേക്കൺ മൊത്തം എടുത്ത ടൈം ഡിവൈഡ് ബൈ ടോട്ടൽ നമ്പർ ഓഫ് ബ്ലഡ് ആൻഡ് ബ്ലഡ് കമ്പോണന്റ് മൊത്തം ബ്ലഡ് കമ്പോണന്റ് ഒക്കെ ക്രോസ് മാച്ച് ചെയ്തത് അല്ലെങ്കിൽ റിസർവ് ചെയ്ത് അതിന്റെ എണ്ണം കൊണ്ട് ഡിവൈഡ് ചെയ്യുക. Sum of the time taken divided by total number of blood and blood component cross matched or reserved. Okay. വേഗം എഴുതി വെച്ചേ 5 എണ്ണം ഇപ്പൊ പറഞ്ഞത്. ഇത് എഴുതുമ്പോ നിങ്ങൾ പറഞ്ഞു തന്നെ എഴുതാട്ടോ. ഹൈജീൻ കംപ്ലൈന്റ്സ് റേറ്റ് കാണാനുള്ള ഇക്വേഷൻ total number of hand hygiene action performed divided by total number of hand hygiene opportunities into 100. Second, 18th, percentage of cases for received appropriate prophylactic antibiotics within a specified time frame. അതങ്ങനെ മൊത്തം എഴുതണം മിസ്സേ. അത് മൊത്തം എഴുതണില്ല കേട്ടോ. നിങ്ങൾ ഇത് എഴുതിയാൽ ഇത്ര എഴുതിയാൽ മതി. പെർസെന്റേജ് ഓഫ് കേസസ് ഫോർ റിസീവ്ഡ് അപ്രോപ്രിയേറ്റ് പ്രൊഫൈലാറ്റിക് ആന്റിബയോട്ടിക്സ് അത്രയും തന്നെ കൊടുത്താൽ മതി. പ്രൊഫൈലാറ്റിക് ആന്റിബയോട്ടിക്സ് റിസീവ് ചെയ്ത അതിന്റെ റിസീവ് ചെയ്ത പേഷ്യൻസിന്റെ നമ്പറിനെ divided by total number of patients who underwent surgeries in the operation theatre. Okay. ഓപ്പറേഷൻ തിയേറ്ററില് സർജറിക്ക് വിധേയരായിട്ടുള്ള പേഷ്യൻസിന്റെ നമ്പർ കൊണ്ട് ഡിവൈഡ് ചെയ്യുക ഇൻറ്റു 100 ചെയ്യുക. ഇത് ഫോർമുലാസ് ആയതുകൊണ്ട് വേറെ എക്സ്ട്രാ ഒന്നും ഇല്ല. നമ്മൾ ആ ഫോർമുല മാത്രം പഠിക്കുക. അത്രേ ഉള്ളൂ ഇതിനകത്ത് ചെയ്യാനായിട്ട്. നെക്സ്റ്റ് 19ാമത്തെ പെർസെന്റേജ് ഓഫ് റീഷെഡ്യൂളിംഗ് ഓഫ് സർജറീസ്. റീഷെഡ്യൂൾ ചെയ്ത സർജറീസിന്റെ പെർസെന്റേജ് അത് കാണാനായിട്ട് നമ്പർ ഓഫ് കേസസ് റീഷെഡ്യൂൾഡ് ആ റീഷെഡ്യൂൾ ചെയ്ത കേസുകൾ ഡിവൈഡഡ് ബൈ നമ്പർ ഓഫ് കേസസ് പ്ലാൻഡ് അവിടെ പ്ലാൻ ചെയ്ത കേസുകളുടെ എണ്ണം കൊണ്ട് ഡിവൈഡ് ചെയ്യുക ഇൻറ്റു 100 ചെയ്യുക.
ഈ റീഷെഡ്യൂൾ ചെയ്യുക എന്ന് പറഞ്ഞാൽ എന്തെങ്കിലും കാരണങ്ങൾ കൊണ്ടൊക്കെ ഈ സർജറീസ് ഒക്കെ ക്യാൻസൽ ആയി പോവുക അല്ലെങ്കിൽ പോസ്റ്റ്പോണ്ട് ചെയ്യുക. അതിപ്പോ പ്രത്യേകം പറയുന്നുണ്ട് 4 hours ബിയോണ്ട്, അപ്പുറത്തേക്കാണ് പോസ്റ്റ്പോണ്ട് ചെയ്യുക. 1 മണിക്കൂറോ 2 മണിക്കൂറോ ഒക്കെ നീക്കി വെച്ചു എന്നുള്ളത് റീഷെഡ്യൂളിംഗ് ആവണമെന്നില്ല. അത് 4 hours അപ്പുറത്തേക്ക് മാറ്റി വെക്കുന്നതാണ്, പോസ്റ്റ്പോണ്ട് ചെയ്യുന്നതാണ് റീഷെഡ്യൂളിംഗ് എന്ന് പറയുന്നത്. Number of cases rescheduled divided by number of cases planned into 100. ഇനി നമ്മൾ പറഞ്ഞത് 20 ആണ്. ടേൺ അറൌണ്ട് ടൈം ടു ഇഷ്യൂ ഓഫ് ദ ബ്ലഡ് ആൻഡ് ബ്ലഡ് കമ്പോണന്റ്. ബ്ലഡിന്റെയും ബ്ലഡ് കമ്പോണന്റെയും ഇഷ്യൂ ചെയ്യാനുള്ള ടൈം എന്ന് പറഞ്ഞാൽ മൊത്തം ഉള്ള ടൈം, സം ഓഫ് ദ ടൈം ടേക്കൺ, മൊത്തം എടുക്കുന്ന ആ ടൈം, അതിന്റെ സമ്മ ഡിവൈഡഡ് ബൈ ടോട്ടൽ നമ്പർ ഓഫ് ബ്ലഡ് ആൻഡ് ബ്ലഡ് കമ്പോണന്റ് ക്രോസ് മാച്ച്ഡ് ഓർ റിസർവ്. ക്രോസ് മാച്ച് ചെയ്ത് അല്ലെങ്കിൽ റിസർവ് ചെയ്തിട്ടുള്ള ബ്ലഡ് അല്ലെങ്കിൽ ബ്ലഡ് കമ്പോണന്റിന്റെ ടോട്ടൽ നമ്പർ. കഴിഞ്ഞില്ലേ? 20 കഴിഞ്ഞില്ലേ? കഴിഞ്ഞോ? ഇനി നോക്കിയേ 21 നോക്കിയേ. നേഴ്സ് പേഷ്യന്റ് റേഷ്യോ ഫോർ ICU ആൻഡ് വാർഡ്സ്. ICUലെയും വാർഡ്സിലെയും നേഴ്സ് പേഷ്യന്റ് റേഷ്യോ. ഇപ്പൊ എത്ര പേഷ്യന്റ് അല്ലെങ്കിൽ എത്ര നേഴ്സ് അല്ലെങ്കിൽ നേഴ്സ് പേഷ്യന്റ് റേഷ്യോ ആണ് ഇവിടെ ഫോർ ICU ആൻഡ് വാർഡ്സ്. അത് കാണാനുള്ള ഫോർമുല എന്ന് പറഞ്ഞാൽ നമ്പർ ഓഫ് നേഴ്സിംഗ് സ്റ്റാഫ്, അവിടെയുള്ള നമ്പർ ഓഫ് നേഴ്സിംഗ് സ്റ്റാഫിനെ ഡിവൈഡഡ് ബൈ നമ്പർ ഓഫ് ഒക്യുപ്പൈഡ് ബെഡ്. അതിനകത്ത് അവിടെയുള്ള ഓക്യുപ്പൈ ചെയ്തിട്ടുള്ള ബെഡിന്റെ എണ്ണം കൊണ്ട് ഡിവൈഡ് ചെയ്യുക. നമ്പർ ഓഫ് നേഴ്സിംഗ് സ്റ്റാഫ് ഡിവൈഡഡ് ബൈ നമ്പർ ഓഫ് ഒക്യുപ്പൈഡ് ബെഡ് കൊണ്ട് ഡിവൈഡ് ചെയ്യുക. അപ്പൊ നേഴ്സ് പേഷ്യന്റ് റേഷ്യോ കിട്ടും. നമ്പർ ഓഫ് നേഴ്സിംഗ് സ്റ്റാഫ് ഡിവൈഡഡ് ബൈ നമ്പർ ഓഫ് ഒക്യുപ്പൈഡ് ബെഡ്സ്. ഇനി അടുത്തത് 22 വെയിറ്റിംഗ് ടൈം ഫോർ ഔട്ട് പേഷ്യന്റ് കൺസൾട്ടേഷൻ. വെയിറ്റിംഗ് ടൈം ഫോർ ഔട്ട് പേഷ്യന്റ് കൺസൾട്ടേഷൻ. ഔട്ട് പേഷ്യന്റ് കൺസൾട്ടേഷൻ ആയിട്ട് എടുക്കുന്ന ആ വെയിറ്റിംഗ് ടൈം ആണ്. ഔട്ട് പേഷ്യന്റ് കൺസൾട്ടേഷന് വേണ്ടിയിട്ടുള്ള ആ വെയിറ്റിംഗ് ടൈം. വെയിറ്റിംഗ് ടൈം എന്ന് പറഞ്ഞാൽ ഇസ് ദ ലെങ്ത് ഓഫ് ദ ടൈം വിച്ച് വൺ ഷുഡ് വെയിറ്റ് ഇൻ ഓർഡർ ഫോർ ദ സ്പെസിഫിക് ആക്ഷൻ ടു ഹാപ്പൺ. ഒരു സ്പെസിഫിക് ആക്ഷൻ സംഭവിക്കുന്നത് വേണ്ടി ഒരു സ്പെസിഫിക് ആക്ഷൻ അവിടെ സംഭവിക്കുന്നതിന് വേണ്ടിയിട്ട് നമ്മൾ കാത്തിരിക്കുന്ന ആ ടൈം ലെങ്തിനെയാണ് വെയിറ്റിംഗ് ടൈം എന്ന് പറയുന്നത്. ഇപ്പൊ നമ്മൾ റിസപ്ഷനിലാണെങ്കിലും നമ്മൾ ചീട്ട് എടുക്കാനായിട്ട് വെയിറ്റ് ചെയ്യുന്നുണ്ട്, അല്ലെങ്കിൽ ഡോക്ടറെ കാണാനായിട്ട് വെയിറ്റ് ചെയ്യുന്നുണ്ട്. അപ്പൊ ആ എന്ത് ആക്ഷൻ ആണോ ആ ആക്ഷൻ സംഭവിക്കുന്നതിന് വേണ്ടി നമ്മൾ വെയിറ്റ് ചെയ്യുന്ന ആ ടൈം ലെങ്തിനെയാണ് ആ വെയിറ്റിംഗ് ടൈം. അപ്പൊ നമ്മൾ 2 മണിക്കൂറായി വെയിറ്റ് ചെയ്തു എന്ന് പറഞ്ഞു. അപ്പൊ നമുക്കിടെ ആ ഒരു ആക്ഷൻ സംഭവിക്കാൻ വേണ്ടി നമ്മൾക്ക് എടുത്ത ആ ടൈം ലെങ്ത് ആണ് വെയിറ്റിംഗ് ടൈം എന്ന് പറയുന്നത്. നോക്കിയേ, വെയിറ്റിംഗ് ടൈം ഫോർ ഔട്ട് പേഷ്യന്റ് കൺസൾട്ടേഷൻ ഈസ് ദ ടൈം from which the patient has come to the respected outpatient department. ഇവിടെ പറഞ്ഞിരുന്ന വെയിറ്റിംഗ് ടൈം ഫോർ ഔട്ട് പേഷ്യന്റ് കൺസൾട്ടേഷൻ എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ഔട്ട് പേഷ്യന്റ് കൺസൾട്ടേഷനുള്ള വെയിറ്റിംഗ് ടൈം ആണ്. ഔട്ട് പേഷ്യന്റ് കൺസൾട്ടേഷനുള്ള വെയിറ്റിംഗ് ടൈം ആണ്. കൺസൾട്ടന്റ് അവിടെ ഈ അസസ്മെന്റ് ആരംഭിക്കുന്നത് വരെ പേഷ്യന്റ് ഔട്ട് പേഷ്യന്റ് ഡിപ്പാർട്ട്മെന്റിലേക്ക് വന്ന ടൈം, അതായത് അസസ്മെന്റ് ആരംഭിക്കുന്നത് വരെ അവിടെ ആ വെയിറ്റ് ചെയ്ത ടൈമാണ് അവിടെ ഉദ്ദേശിക്കുന്നത്. അവിടെ ഒരു മൂല്യനിർണ്ണയം അവിടെ എന്താണെന്ന് വെച്ചാൽ അത് ആരംഭിക്കുന്ന ഇതുവരെയുള്ള അവിടെ നമ്മൾ സ്പെൻഡ് ചെയ്യുന്ന ആ ടൈമാണ് ഉദ്ദേശിക്കുന്നത്. ടിൽ ദ ടൈം ടു ദ റെസ്പെക്റ്റഡ് കൺസൾട്ടന്റ് ബിഗിൻസ് ദ അസസ്മെന്റ്. ഇവിടെ നോക്കി അതിന്റെ ഇക്വേഷൻ കാണാൻ സം ടോട്ടൽ പേഷ്യന്റ് ഇൻ ടൈം ഫോർ കൺസൾട്ടേഷൻ. സം ടോട്ടൽ പേഷ്യന്റ് ഇൻ ദ ടൈം ഫോർ കൺസൾട്ടേഷൻ. കൺസൾട്ടേഷനുള്ള സമയത്തുള്ള മൊത്തം പേഷ്യന്റിന്റെ സമ്മ പറഞ്ഞേക്കണേ. സം ടോട്ടൽ പേഷ്യന്റ്, സം ഓഫ് ടോട്ടൽ പേഷ്യന്റ് ഇൻ ദ ടൈം ഫോർ കൺസൾട്ടേഷൻ. കൺസൾട്ടേഷനുള്ള വേണ്ടിയുള്ള ആ ടൈം, ആ സമയത്തുള്ള മൊത്തം പേഷ്യൻസിന്റെ
sum divided by total number of outpatients. മൊത്തമുള്ള ഔട്ട്പേഷ്യന്റിന്റെ എണ്ണം കൊണ്ട് ഡിവൈഡ് ചെയ്യുക. കൺസൾട്ടേഷനുള്ള ആ സമയത്തുള്ള പേഷ്യൻസ് അവർക്കുടെ എണ്ണത്തെ ടോട്ടൽ നമ്പർ ഓഫ് ഔട്ട് പേഷ്യൻസ് കൊണ്ട് ഡിവൈഡ് ചെയ്യുക. വെയിറ്റിംഗ് ടൈം ഫോർ ഔട്ട് പേഷ്യന്റ് കൺസൾട്ടേഷൻ കാണുന്ന ഫോർമുല എന്ന് പറഞ്ഞാൽ സം ഓഫ് ടോട്ടൽ പേഷ്യന്റ് ഇൻ ടൈം ഫോർ കൺസൾട്ടേഷൻ ഡിവൈഡ് ബൈ ടോട്ടൽ നമ്പർ ഓഫ് ഔട്ട് പേഷ്യൻസ്. മൊത്തം ഔട്ട് പേഷ്യൻസിന്റെ എണ്ണം കൊണ്ട് ഡിവൈഡ് ചെയ്യുക. ഇനി അടുത്ത് നോക്കിയേ വെയിറ്റിംഗ് ടൈം ഫോർ ഡയഗ്നോസിസ്. അത് ഇതുപോലെ തന്നെ എന്തിനു വേണ്ടിയിട്ടുള്ള വെയിറ്റിംഗ് ടൈമാ? ഡയഗ്നോസ്റ്റിക്കിന് വേണ്ടിയിട്ടുള്ള വെയിറ്റിംഗ് ടൈം. ഇതൊക്കെ സിമ്പിൾ ആയിട്ട് വെറുതെ പറഞ്ഞു പോകുന്ന കാര്യമുള്ളൂ. വെയിറ്റിംഗ് ടൈം ഫോർ ഡയഗ്നോസിസ്. ഡയഗ്നോസിസ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ വെയിറ്റ് ചെയ്യുന്ന ടൈം, അതാണ് വെയിറ്റിംഗ് ടൈം ഫോർ ഡയഗ്നോസിസ്. ഡയഗ്നോസിസിന് വേണ്ടിയുള്ള വെയിറ്റിംഗ് ടൈം. അപ്പൊ അതെന്ന് വെച്ചാൽ എന്താ ഉദ്ദേശിക്കുന്നത്? വെയിറ്റിംഗ് ടൈം ഫോർ ഡയഗ്നോസിസ് ഈസ് ദ ടൈം ഫ്രം വിച്ച് ദ പേഷ്യന്റ് ഹാസ് കം ടു ദ ഡയഗ്നോസ്റ്റിക് സർവീസ്. ആ ഡയഗ്നോസ്റ്റിക് സർവീസ്, ആ ഒരു സ്ഥാപനത്തിലേക്ക് പേഷ്യന്റ് എത്തുന്ന ആ ഒരു ടൈം മുതല് പിന്നെ till the time that the test is started. ടെസ്റ്റ് സ്റ്റാർട്ട് ചെയ്യുന്നത് വരെയുള്ള ആ ടൈമാണ്. പരിശോധന ആരംഭിക്കുന്നത് വരെ ആ പേഷ്യന്റ് ഡയഗ്നോസ്റ്റിക് സേവനത്തിലേക്ക് വന്ന ടൈം. അപ്പൊ നമ്മളിവിടെ എത്ര നേരം വന്നു, എത്ര ടൈമിൽ വന്നു, എപ്പോഴാണ് ആ ടെസ്റ്റ് സ്റ്റാർട്ട് ചെയ്തത്, അപ്പൊ അവിടെ നമ്മൾ വെയിറ്റ് ചെയ്യുന്ന ടൈമാണ് വെയിറ്റിംഗ് ടൈം ഫോർ ഡയഗ്നോസിസ്. ഇതൊക്കെ ഇത് സിമ്പിൾ ആയിട്ടുള്ള കാര്യങ്ങളുള്ളൂ. നോക്കിയേ, സം ഓഫ് ടോട്ടൽ പേഷ്യന്റ് റിപ്പോർട്ടിംഗ്. അവിടെ എങ്ങനെ കാണുന്ന ഫോർമുല എന്ന് പറയുന്നത് സം ടോട്ടൽ പേഷ്യന്റ് റിപ്പോർട്ടിംഗ്. അവിടെ മൊത്തം റിപ്പോർട്ട് ചെയ്ത പേഷ്യൻസിന്റെ സമ്മ് ഡിവൈഡഡ് ബൈ നമ്പർ ഓഫ് പേഷ്യന്റ് റിപ്പോർട്ടഡ് ഇൻ ദ ഡയഗ്നോസ്റ്റിക്. ഡയഗ്നോസിന് റിപ്പോർട്ട് ചെയ്ത പേഷ്യൻസിന്റെ എണ്ണം കൊണ്ട് ഡിവൈഡ് ചെയ്യുക. മൊത്തം റിപ്പോർട്ട് ചെയ്ത പേഷ്യന്റ് അതിനെ എന്ത് ചെയ്യണം? നമ്പർ ഓഫ് പേഷ്യന്റ് റിപ്പോർട്ട് ഡയഗ്നോസ്റ്റിക്കിന് റിപ്പോർട്ട് ചെയ്ത പേഷ്യൻസിന്റെ എണ്ണം കൊണ്ട് ഡിവൈഡ് ചെയ്യുക. ഈ ഡയഗ്നോസ്റ്റിക്കിന് വേണ്ടി വന്ന അതിന് റിപ്പോർട്ട് ചെയ്ത പേഷ്യൻസിന്റെ എണ്ണം കൊണ്ട് ഡിവൈഡ് ചെയ്യുക. മൊത്തം റിപ്പോർട്ട് ചെയ്ത പേഷ്യൻസിന്റെ എണ്ണത്തിന് ഡയഗ്നോസ്റ്റിക്കിന് വേണ്ടിയിട്ടുള്ള റിപ്പോർട്ട് ചെയ്ത പേഷ്യൻസിന്റെ എണ്ണം കൊണ്ട് ഡിവൈഡ് ചെയ്യുക. ഇപ്പൊ നമ്മൾ ആ ഡയഗ്നോസ്റ്റിക് ഡിപ്പാർട്ട്മെന്റ് ആ സർവീസിലേക്ക് വന്ന ടൈം മുതൽ നമുക്ക് ആ ടെസ്റ്റ് സ്റ്റാർട്ട് ചെയ്ത്, ഇപ്പൊ നമ്മൾ വന്നപ്പോ തന്നെ ടെസ്റ്റ് സ്റ്റാർട്ട് ചെയ്യണമെന്നില്ല. അപ്പൊ അതിന് വേണ്ടി എടുക്കുന്ന ആ ടൈം, അതുവരെ എടുക്കുന്ന ആ ടൈമാണ് പറയുന്നത് വെയിറ്റിംഗ് ടൈം ഫോർ ഡയഗ്നോസിസ്. ഡയഗ്നോസിസിന് വേണ്ടിയുള്ള ആ വെയിറ്റിംഗ് ടൈമാണ്. പിന്നെ അതുപോലെ തന്നെ ഇതുപോലെ തന്നെ പറയാം നമുക്ക് ടൈം ടേക്കൺ ഫോർ ഡിസ്ചാർജ്. അപ്പൊ ഡിസ്ചാർജിനുള്ള ടൈം എങ്ങനെയാ? നമുക്ക് അവിടെ കൺസൾട്ടന്റ് ഈ ഇവിടെ നോക്കിയേ, ദ ഡിസ്ചാർജ് പ്രോസസ് ടൈം ടേക്കൺ ഫോർ ഡിസ്ചാർജ് എന്ന് പറഞ്ഞാൽ ആ ഡിസ്ചാർജിന് വേണ്ടി എടുക്കുന്ന ആ ടൈം, എത്ര ടൈം എടുത്തു എന്നുള്ളത്. അതായത് കൺസൾട്ടന്റ് ഒരു ഔപചാരികമായിട്ട് ഡിസ്ചാർജ് ഡിസ്ചാർജ് അംഗീകരിക്കുകയും അപ്രൂവ് ചെയ്യുകയും അതുപോലെ തന്നെ ആ പേഷ്യന്റ് ക്ലിനിക്കൽ യൂണിറ്റ് വിടുന്നത് വരെ എടുക്കുന്ന ടൈമാണ് ടൈം ടേക്കൺ ഫോർ ഡിസ്ചാർജ് എന്ന് പറയുന്നത്. The discharge process is considered to have initiated when the consultant formally approves. ഫോർമൽ ആയിട്ട് ഡിസ്ചാർജ് ആയിന്ന് അറിയിക്കുന്ന. അപ്പൊ നമ്മൾ ഡിസ്ചാർജ് ആയല്ലോ, പക്ഷെ നമ്മൾക്ക് അപ്പൊ തന്നെ ക്ലിനിക്കൽ യൂണിറ്റിൽ നിന്ന് നമുക്ക് വിടാൻ പറ്റില്ല. അതിന്റെ ബാക്കിയുള്ള പ്രൊസീജിയറും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പൊ ആ ഒരു കൺസൾട്ടന്റ് നമ്മള് ഫോർമലായിട്ട് ഡിസ്ചാർജ് അംഗീകരിക്കുകയും ആ ടൈം അതും പിന്നെ എവിടെയാണ് ദ പേഷ്യന്റ് ലീവിംഗ് ദ ക്ലിനിക്കൽ യൂണിറ്റ്. ആ പേഷ്യന്റ് കൺസൾട്ടന്റ് ഈ ഡിസ്ചാർജ് ഫോർമലായിട്ട് അപ്രൂവ് ചെയ്ത ടൈം മുതൽ ആ പേഷ്യന്റ് ക്ലിനിക്കൽ യൂണിറ്റ് വിടുന്ന ടൈം വരെയുള്ള അതിനാണ് ടൈം ടേക്കൺ ഫോർ ഡിസ്ചാർജ് എന്ന് പറയുന്നത്. ഇതെല്ലാം സെയിം തന്നെയാണ്. ഡയഗ്നോസിസിന് വേണ്ടി എടുക്കുന്ന ടൈം ഇതെല്ലാം ഒരേ ഇത് തന്നെയാണ് വന്നേക്കുന്നത്, വെയിറ്റിംഗ് ടൈമാണ്. നമ്മള് ഇവിടെ ഫോർമലായിട്ട് കൺസൾട്ടന്റ് ഡിസ്ചാർജ് പറഞ്ഞെങ്കിലും അവിടെ ആ ക്ലിനിക്കൽ യൂണിറ്റിൽ നിന്ന് നമ്മൾ ലീവ് ചെയ്യുന്ന ആ ടൈം അതിന് വേണ്ടി എടുക്കുന്ന ടൈമാണ് ഉദ്ദേശിക്കുന്നത്. സം ഓഫ് ദ ടൈം ടേക്കൺ ഫോർ ഡിസ്ചാർജിന് വേണ്ടി എടുത്ത ടൈമാണ് ഡിവൈഡഡ് ബൈ നമ്പർ ഓഫ് പേഷ്യന്റ് ഡിസ്ചാർജ്. അവിടെ ഡിസ്ചാർജ് ചെയ്ത പേഷ്യൻസിന്റെ എണ്ണം കൊണ്ട് ഡിവൈഡ് ചെയ്യുക. സം ഓഫ് ദ ടൈം ടേക്കൺ ഫോർ ഡിസ്ചാർജ്. അപ്പൊ മൊത്തത്തില്
ഇപ്പൊ ഒരു ഹോസ്പിറ്റലിൽ 10 ഡിസ്ചാർജ് ഉണ്ടെങ്കിൽ അത് മൊത്തം ആ ടൈമിൽ ഡിസ്ചാർജിന് വേണ്ടി എടുത്ത ടൈമിനെ ഡിസ്ചാർജിനായിട്ട് എടുത്ത ടൈമിനെ എത്ര പേഷ്യന്റ് ഡിസ്ചാർജ് ചെയ്തു, അതാണ് നമ്പർ ഓഫ് പേഷ്യൻസ് ഡിസ്ചാർജ് ചെയ്ത പേഷ്യൻസിന്റെ എണ്ണം കൊണ്ട് ഡിവൈഡ് ചെയ്യുക. ഇനി അടുത്ത നോക്കിയേ 25. Percentage of medical records having incomplete and or അവിടെ സ്ലാഷ് ഇട്ടേക്കുന്നത് ഓർ ആണ് കേട്ടോ, ഇൻകംപ്ലീറ്റ് ഓർ ഇംപ്രോപ്പർ കൺസെന്റ്. അതായത് ഇവിടെ എന്താ പറഞ്ഞേക്കുന്നത്, ദ പെർസെന്റേജ് ഓഫ് മെഡിക്കൽ റെക്കോർഡ് ഹാവിംഗ് ഇൻകംപ്ലീറ്റ് ആവാത്ത മെഡിക്കൽ റെക്കോർഡ്സിന്റെ പെർസെന്റേജ്, അല്ലെങ്കിൽ ഇംപ്രോപ്പർ കൺസെന്റ് പ്രോപ്പർ അല്ലാതെ എല്ലാം മെഡിക്കൽ റെക്കോർഡ്സ് ഒക്കെ അത് കൺസെന്റ് എന്ന് വെച്ചാൽ സമ്മതം എന്നുള്ള അത് കറക്റ്റ് അല്ലാത്ത മെഡിക്കൽ റെക്കോർഡ്സുകൾ അതിന്റെ പെർസെന്റേജ് എങ്ങനെയാ കാണുന്നതെന്ന് നോക്കാം. Okay, informed consent is a type of consent in which the healthcare provider has duty to initiate his or her patient about the procedure and in the potential risk and benefits, alternative procedure or treatment with the risk and benefits so as to make the patient able to take an informed decision of his or her ഹെൽത്ത് കെയർ. ഇവിടെ എന്താ പറഞ്ഞ, ഹെൽത്ത് കെയർ പ്രൊവൈഡേഴ്സിന് ഒരു ഡ്യൂട്ടി ഉണ്ട്. എന്താണ്, ഈ പേഷ്യൻസിനോട് അവർക്ക് ട്രീറ്റ് ചെയ്യുന്ന പ്രൊസീജിയർ, അതിന്റെ നമ്മൾ ട്രീറ്റ് ചെയ്യുന്നതിന്റെ പൊട്ടൻഷ്യൽ റിസ്കുകള്, അതിന്റെ ബെനിഫിറ്റ്സ്, ഓൾട്ടർനേറ്റീവ് പ്രൊസീജിയേഴ്സ്, ട്രീറ്റ്മെന്റ് എടുക്കുന്ന റിസ്കുകള്, അങ്ങനെയുള്ള എല്ലാ കാര്യങ്ങളും ഒന്ന് പറയാനുള്ള ഒരു ഡ്യൂട്ടി ഉണ്ട്. ഈ ഹെൽത്ത് കെയർ പ്രൊവൈഡേഴ്സിന് അതിനുള്ള ഡ്യൂട്ടി ഉണ്ട്. അപ്പൊ അതെന്തിലേക്ക് നയിക്കുന്നു? സോ ആസ് ടു മേക്ക് ദ പേഷ്യന്റ്, അപ്പൊ ആ പേഷ്യന്റിന് തന്റെ ഒരു ഹെൽത്ത് കെയറിനെ കുറിച്ചുള്ള ഒരു ഡിസിഷൻ എടുക്കാൻ, അറിവുള്ള ഒരു തീരുമാനം എടുക്കാനായിട്ട് ഈ പേഷ്യന്റിന് കഴിയും. ഹെൽത്ത് കെയറിനെ കുറിച്ചുള്ള അപ്പൊ ആ ഹെൽത്ത് കെയർ പ്രൊവൈഡർ നൽകുന്ന കൺസെന്റ് അദ്ദേഹം നമ്മളോട് ഇതിനെ കുറിച്ചുള്ള കാര്യങ്ങൾ, ഇപ്പൊ നമ്മള് ട്രീറ്റ്മെന്റിന്റെ പ്രൊസീജിയർ, എന്തൊക്കെ റിസ്കുകളുണ്ട്, ബെനിഫിറ്റ്സ് ഉണ്ട്, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ പറയാനായിട്ടുള്ള, നമ്മളുമായിട്ട് പേഷ്യന്റുമായിട്ട് ഷെയർ ചെയ്യാനുള്ള ഒരു ഡ്യൂട്ടി ഉണ്ട്. അപ്പൊ അതുകൊണ്ട് തന്നെ അങ്ങനെയുള്ളത് കൊണ്ട് തന്നെ പേഷ്യന്റിന് ഇതിനാല് തന്റെ ഹെൽത്ത് കെയറിനെ കുറിച്ച് കറക്റ്റ് ഒരു അറിവുള്ള ഒരു തീരുമാനം, ഒരു ഡിസിഷൻ എടുക്കാനായിട്ട് പറ്റും. ഇവിടെ നോക്കിയ ഫോർമുല എന്ന് പറഞ്ഞ നമ്പർ ഓഫ് മെഡിക്കൽ റെക്കോർഡ്സ് ഹാവിംഗ് ഇൻകംപ്ലീറ്റ് ഓർ ഇംപ്രോപ്പർ കൺസെന്റ്. ഇപ്പോ എന്താണ് ഇൻകംപ്ലീറ്റ് ആയിട്ടുള്ള റെക്കോർഡ്സുകള്, കംപ്ലീറ്റ് അല്ലാത്തത്, ഇൻകംപ്ലീറ്റ് ആയിട്ടുള്ള മെഡിക്കൽ റെക്കോർഡ്സ് അല്ലെങ്കിൽ ഇംപ്രോപ്പർ കൺസെന്റ് ആയിട്ടുള്ള മെഡിക്കൽ റെക്കോർഡ്സിന്റെ എണ്ണം ഡിവൈഡഡ് ബൈ നമ്പർ ഓഫ് ഡിസ്ചാർജ് ആൻഡ് ഡെത്ത്. അതുമൂലം ഇപ്പൊ നമ്മള് ഇംപ്രോപ്പർ ആയിട്ടുള്ള റെക്കോർഡ്സ് അല്ലെങ്കിൽ ഇത് പല ആളുകളും പല ഇതുകൊണ്ടും ചിലപ്പോ ഹോസ്പിറ്റലിൽ നിന്ന് വേറെ സ്ഥലങ്ങളിലേക്ക് ഡിസ്ചാർജ് വാങ്ങി, നമ്മളപ്പോ അവിടുത്തെ ട്രീറ്റ്മെന്റ് പ്രോപ്പർ അല്ലാത്തതുകൊണ്ടോ അങ്ങനെയൊക്കെ ആയിട്ടാണെങ്കിലും ഡിസ്ചാർജ് വാങ്ങി പോകുന്ന പേഷ്യൻസ് ഉണ്ടാവും, അല്ലെങ്കിൽ അതുമൂലം ഡെത്ത് സംഭവിക്കുന്ന പേഷ്യൻസ് ഉണ്ടാവും. അപ്പൊ അങ്ങനെയുള്ള പേഷ്യൻസിന്റെ എണ്ണം കൊണ്ട് ഡിവൈഡ് ചെയ്യുക, ഇൻറ്റു 100 ചെയ്യുക. The medical records having incomplete and or improper consent divided by number of discharges and deaths into 100 കൊണ്ട് ഇൻറ്റു ചെയ്യുക. ഓക്കെ, അപ്പൊ 5 കൂടി എഴുതിക്കേ. ഫോർമുലാസ് മാത്രം എഴുതിയാൽ മതി കേട്ടോ. 21ാമത്തെ ഫോർമുല ഒന്നും കൂടെ പറയുവോ? ഏതാണ് മോളെ? 25ാമത്തെ ഇപ്പൊ പറഞ്ഞത്. 25ാമത്തെ. ഓക്കെ, ഇതിനകത്ത് പറഞ്ഞേക്കുന്നത് പെർസെന്റേജ് ഓഫ് മെഡിക്കൽ റെക്കോർഡ്സ് ഹാവിംഗ് ഇൻകംപ്ലീറ്റ് ഓർ ഇംപ്രോപ്പർ കൺസെന്റ്. ഇത് എന്താ പറഞ്ഞേക്കുന്നത്, നമ്മൾ ആ മെഡിക്കൽ റെക്കോർഡ്സ് ഇൻകംപ്ലീറ്റ് ആവുക, ഇപ്പൊ ട്രീറ്റ്മെന്റിന്റെ കാര്യങ്ങളൊക്കെ ആണെങ്കിലും എന്തെങ്കിലും ആ ഒരു ഭാഗത്തുനിന്ന് ഒരു ഫോൾട്ടോ അല്ലെങ്കിൽ കംപ്ലീറ്റ് അല്ലാത്ത ഒരു ഇതിന്റെ പെർസെന്റേജ് പറഞ്ഞേക്കുന്നത്. അപ്പൊ എന്ന് പറഞ്ഞാൽ ഇവിടെ ഇതിനകത്ത് പറഞ്ഞേക്കുന്ന ഹെൽത്ത് കെയർ പ്രൊവൈഡേഴ്സിന് ഒരു ഡ്യൂട്ടി ഉണ്ട്. അത് ഈ നമ്മൾ അവിടെ ചെയ്യുന്ന
റെക്കോർഡ്സ് അല്ലെങ്കിൽ അവിടുത്തെ ട്രീറ്റ്മെന്റ്, അതിന്റെ പ്രൊസീജിയർ, അതിന്റെ റിസ്കുകൾ, അതിന്റെ ബെനിഫിറ്റ്സ് എന്താണ് എന്നുള്ള കാര്യങ്ങളൊക്കെ ആ പേഷ്യന്റിന് കറക്റ്റ് ആയിട്ട് ഇൻഫോം ചെയ്യാനുള്ള ഒരു ഡ്യൂട്ടി ഉണ്ട്. അത് എന്തിനാ? പേഷ്യന്റിന് അതൊരു പോസിറ്റീവ് ആയിട്ടുള്ള ഒരു കാര്യമാണ് അല്ലെ. അപ്പൊ ആ ഒരു പേഷ്യന്റിന് എന്താണ് ഒരു കറക്റ്റ് ആയിട്ടുള്ള ഒരു ഡിസിഷൻ, അദ്ദേഹത്തിന്റെ ഹെൽത്ത് കെയറിനെ കുറിച്ച് ഒരു നല്ലൊരു ഡിസിഷൻ എടുക്കാനുള്ള ഒരു ഓപ്പർച്യൂണിറ്റി ആണ് അവിടെ ഉള്ളത്. അപ്പൊ അതനുസരിച്ച് ഇപ്പൊ നമുക്ക് സ്യൂട്ടബിൾ അല്ലാത്ത എന്തെങ്കിലും ഇതാണെങ്കിൽ നമുക്ക് അവിടുന്ന് ഡിസ്ചാർജ് ചെയ്ത് പോകാം. അല്ലെങ്കിൽ മറ്റുള്ള കാരണങ്ങൾ, ഇവിടെ ഡെത്ത് ഡിസ്ചാർജസ്, നമ്പർ ഓഫ് ഡിസ്ചാർജസ് ആൻഡ് ഡെത്ത് എന്ന് പറഞ്ഞിട്ട്, അല്ലെങ്കിൽ മറ്റുള്ള എന്തെങ്കിലും ഇതും കൊണ്ടൊക്കെ ആണെങ്കിലും ഇപ്പൊ ഒരു ഹോസ്പിറ്റലിൽ നിന്നാണ് നമുക്ക് പറ്റില്ല, നമുക്ക് അവിടെ നിന്ന് ഡിസ്ചാർജ് നിർബന്ധിച്ചാണെങ്കിലും മേടിച്ചു പോകുന്നവരുണ്ട്. അപ്പൊ അത് അവിടുത്തെ ഇതല്ലാത്തത് കൊണ്ട്, അപ്പൊ അങ്ങനെയുള്ള സാഹചര്യങ്ങളിലോ എന്തെങ്കിലും ഡെത്ത് സംഭവിക്കോ, അങ്ങനെ സപ്പോസ് അങ്ങനെയാണെങ്കിൽ അതിന്റെ എണ്ണം അപ്പൊ അവിടെ ഉണ്ടായിട്ടുള്ള ഹോസ്പിറ്റലിലെ ഇൻകംപ്ലീറ്റ് ആയിട്ടുള്ള റെക്കോർഡ്, മെഡിക്കൽ റെക്കോർഡ്സിന്റെ എണ്ണം, അങ്ങനെ വരുന്ന റെക്കോർഡ്സുകൾ, ഇങ്ങനെ ഡിസ്ചാർജ് ഒക്കെ മേടിച്ചു പോയിട്ടുള്ള ഇൻകംപ്ലീറ്റ്, അവിടെ ട്രീറ്റ്മെന്റും കാര്യങ്ങളും കംപ്ലീറ്റ് അല്ലല്ലോ, അപ്പൊ അവിടെ പകുതിക്ക് വെച്ച് നിർത്തുന്ന എന്നുള്ള ഇതാണ് കൊടുത്തിരിക്കുന്നത്. അങ്ങനെയുള്ള റെക്കോർഡ്സുകൾ അല്ലെങ്കിൽ ഇംപ്രോപ്പർ ആയിട്ടുള്ള കൺസെന്റ് കാര്യങ്ങള്, ആ ഒരു മെഡിക്കൽ റെക്കോർഡ്സിന്റെ എണ്ണത്തെ അവിടെ എത്ര പേര് അവിടെ നിന്ന് അങ്ങനെ ഡിസ്ചാർജ് ആയി പോയിട്ടുണ്ട് അല്ലെങ്കിൽ ഡെത്ത് സംഭവിച്ചിട്ടുണ്ട്, അത്രയും ആ പേഷ്യൻസിന്റെ എണ്ണം കൊണ്ട് ഡിവൈഡ് ചെയ്യുക. അപ്പൊ അവിടെ ഇൻകംപ്ലീറ്റ് ആയിട്ടുള്ള റെക്കോർഡ്സിന്റെ എണ്ണത്തെ അവിടുന്ന് ഡിസ്ചാർജ് ആയിട്ട് പോയിട്ടുള്ള അല്ലെങ്കിൽ ഡെത്ത് സംഭവിച്ചിട്ടുള്ള ആളുകളുടെ എണ്ണം കൊണ്ട് ഡിവൈഡ് ചെയ്യുക, ഇൻറ്റു 100 ചെയ്യുക. ഓക്കെ. നിങ്ങൾ ജസ്റ്റ് ഒന്ന് എഴുതിക്കോ. 21 മുതലാണ് നമുക്ക് ഇനി എഴുതാനുള്ളത്. ഞാൻ ഇതിന്റെ ഒപ്പം എന്താണെന്ന് വെച്ചാൽ വെറുതെ പറഞ്ഞു പോകുമ്പോൾ നമ്മളിത് കേട്ടിരിക്കും, നമ്മുടെ മനസ്സിൽ ഒന്നുകൂടി ഇതായിക്കോട്ടെ. ഇതിനകത്തുനിന്ന് ഫോർമുലാസ് ആണ് ചോദിക്കുന്നതും, ഈ ഒരു സെക്ഷനിൽ നിന്ന് അതാണ് ചോദിക്കുന്നത്. അപ്പൊ അതുകൊണ്ട് തന്നെ നമ്മൾ ഫോർമുലാനെ ഫോക്കസ് ചെയ്യുക, നോക്കുക. നേഴ്സ് പേഷ്യന്റ് റേഷ്യോ ഫോർ ICU ആൻഡ് വാർഡ്സ്, ഇത് കാണാനുള്ള ഫോർമുല ആണ് നമ്പർ ഓഫ് നേഴ്സിംഗ് സ്റ്റാഫ് ഡിവൈഡഡ് ബൈ നമ്പർ ഓഫ് ഓക്യുപ്പൈഡ് ബെഡ്സ്. ഓക്കെ, number of nursing staff divided by number of occupied beds. നിങ്ങൾ അത് ഒരു പ്രാവശ്യം എഴുതുമ്പോൾ അത്രയും നിങ്ങളുടെ മനസ്സിലേക്ക് വരുമല്ലോ. അതുകൊണ്ടാണ് ഞാനിപ്പോ ഉള്ള സമയം എടുത്താണെങ്കിലും നിങ്ങൾ എഴുതിച്ചു പോകുന്നത്. വെറുതെ ഇങ്ങനെ കേട്ടിരിക്കുമ്പോൾ നമ്മളൊരു കഥ കേൾക്കണമല്ലോ മാത്രം. അപ്പൊ നമ്മളൊന്ന് എഴുതിയും കൂടി അതിന്റെ ഒപ്പം വെക്കുകയാണെങ്കിൽ കുറച്ചും കൂടി ഒന്ന് ക്ലിയർ ആയിക്കോട്ടെ എന്ന് കരുതിയാണ്. പിന്നെ അതുപോലെ തന്നെ വെയിറ്റിംഗ് ടൈം ആണ്. ഫോർ ഔട്ട് പേഷ്യന്റ് കൺസൾട്ടേഷന് വേണ്ടി എടുക്കുന്ന ടൈമാണ്. ഇവിടെ കാണുന്ന ഫോർമുല എന്ന് പറയുന്നത് സം total patient in time for consultation divided by number of outpatients. അവിടെ മൊത്തത്തിലുള്ള ഔട്ട്പേഷ്യൻസിന്റെ നമ്പർ കൊണ്ട് ഡിവൈഡ് ചെയ്യുക. ടോട്ടൽ നമ്പർ ഓഫ് ഔട്ട്പേഷ്യൻസ്. Some total patient time for consultation divided by total number of outpatients. പിന്നെ അതുപോലെ തന്നെ ഇപ്പൊ നമ്മൾ വെയിറ്റിംഗ് ടൈം ഫോർ പേഷ്യന്റ് ഔട്ട് പേഷ്യന്റ് കൺസൾട്ടേഷന് പറഞ്ഞത്. ഇനി അടുത്ത വെയിറ്റിംഗ് ടൈം ഫോർ ഡയഗ്നോസ്റ്റിക്സിന് വേണ്ടിയിട്ട് എടുത്ത ടൈം, വെയിറ്റിംഗ് ടൈം. അപ്പൊ അവിടെ എത്ര പേഷ്യന്റ് റിപ്പോർട്ട് ചെയ്തു അതിന്റെ എണ്ണത്തെ നമ്പർ ഓഫ് പേഷ്യന്റ് റിപ്പോർട്ടഡ് ഇൻ ഡയഗ്നോസ്റ്റിക്കിൽ റിപ്പോർട്ട് ചെയ്ത പേഷ്യൻസിന്റെ എണ്ണം കൊണ്ട് ഡിവൈഡ് ചെയ്യുക. Some total patient reporting divided by number of patients reported in diagnostics. നിഷ് ടീച്ചറിന്റെ ചാപ്റ്റർ ഇന്ന് കഴിഞ്ഞല്ലേ? കഴിഞ്ഞില്ലേ? ജിഷ് ടീച്ചറിന്റെ നേരത്തെ കഴിഞ്ഞായിരുന്നു, അശ്വതി ടീച്ചറിന്റെയും കഴിഞ്ഞു അല്ലെ? റിവിഷൻ തുടങ്ങിയെന്ന് തോന്നുന്നു അല്ലെ? കഴിഞ്ഞ ക്ലാസ്സിലെ റിവിഷൻ അല്ലേ തന്നത്? അതെ. മാക്സിമം നമുക്ക് അടുത്ത ആഴ്ച മൺഡേ, ട്യൂസ്ഡേ, വെനസ്ഡേ എങ്ങനെയാണെന്ന് അറിയില്ല. വെനസ്ഡേയും കൂടി കിട്ടുമെന്നാണ് ഒരു പ്രതീക്ഷ. ആ സമയത്ത് നമുക്ക് ക്വസ്റ്റ്യൻ പേപ്പേഴ്സിനെ ബേസ് ചെയ്തിട്ട് ഒന്നും പറഞ്ഞിട്ടില്ല ഇവിടെ. എന്തോ മിസ് എന്നാ വരുമെന്നൊക്കെ പറഞ്ഞോ? ഒന്നും പറഞ്ഞിട്ടില്ല. റിവിഷൻ കാര്യം നിങ്ങൾക്ക് എന്തായാലും നമുക്ക് ഇനിയിപ്പോ അടുത്ത ആഴ്ച എത്ര ദിവസമാണെന്ന് അറിയില്ലല്ലോ. ക്ലാസ്സും കാര്യങ്ങളൊന്നും കറക്റ്റ് ആയിട്ട് പറഞ്ഞിട്ടില്ല. എന്തായാലും റിവിഷൻ മാക്സിമം ഞാൻ പറഞ്ഞല്ലോ. അതിന് വേണ്ടിയിട്ടാണ് ഞങ്ങളെല്ലാവരും നോക്കുന്നത്. ഈ ക്ലാസ് ഒന്ന് വേഗം തീർത്താൽ ഒരു ചാപ്റ്റർ എന്താ
ഒരു ചാപ്റ്റർ ഞങ്ങൾക്ക് ഡൗട്ട് എല്ലാം ഉണ്ടായിരുന്നു. കുറച്ച് ആ കുട്ടികൾക്ക് ടീച്ചർ വരും. ടീച്ചർ വരും എന്തായാലും എക്സാമിന് മുന്നേ. എക്സാം നമുക്ക് കറക്റ്റ് ഡേറ്റ് വന്നിട്ടില്ല. ഇനിയിപ്പോ എല്ലാവർക്കും ഓരോ ആഘോഷങ്ങളായില്ലേ, തിരക്കും ഒക്കെ ആയി. പിള്ളേർക്ക് പരീക്ഷ, അപ്പൊ അതിന്റെ ഇടയ്ക്കൊക്കെ ആണെങ്കിലും പഠിക്കാനും ഒക്കെ. ഞാൻ പിന്നെ കഴിഞ്ഞ ദിവസം സാറിനെ കണ്ടപ്പോ ഞാൻ പറഞ്ഞിട്ടുണ്ട് കേട്ടോ, ഫൈനൽ എക്സാമിന്റെ കാര്യം ആരും അവിടെ പറഞ്ഞല്ലോ. 2-3 ആഴ്ച മുന്നെങ്കിലും ഡേറ്റ് ഒന്ന് ഇടണം എന്നുള്ള കാര്യം പറഞ്ഞില്ലേ, അറിയിക്കണം എന്നുള്ളത്. സാറിനോട് സംസാരിച്ചിട്ടുണ്ട്. സാർ അങ്ങനെ ചെയ്യാന്ന് പറഞ്ഞിട്ടുണ്ട് കേട്ടോ, ഫൈനൽ എക്സാമിന് എന്തായാലും. നിങ്ങൾക്ക് അത് അപ്പൊ അങ്ങനെ ഒരു ഡേറ്റ് നമുക്ക് കറക്റ്റ് ആയിട്ട് കിട്ടുമ്പോഴാണല്ലോ നമുക്ക് പഠിക്കാനുള്ളൊരു സംശയം ചെയ്യട്ടെ. ഫൈനൽ എക്സാം ഇപ്പൊ മെയ്യിലേക്കാണെങ്കിൽ ഞങ്ങൾക്ക് ക്ലാസ് ഇങ്ങനെ എടുത്തോണ്ടേ ഇരിക്കുവോ? റിവിഷൻ ഞങ്ങൾക്ക് തന്നോണ്ടിരിക്കുവോ? ഇല്ലല്ലോ, തരുവോ? അതിപ്പോ എങ്ങനെയാന്ന് നമുക്ക് അറിഞ്ഞിട്ടില്ല. നമുക്ക് എത്ര ദിവസം ഇനി റിവിഷന് വേണ്ടി അവിടെ നിന്ന് തരും എന്നുള്ളത് കറക്റ്റ് ഇത് കിട്ടിയിട്ടില്ല. അപ്പൊ ഇന്നിപ്പോ അതുകൊണ്ടല്ല, സെക്കൻഡ് ബാച്ച് ഇപ്പൊ നിങ്ങൾ കണ്ടിന്യൂ എടുത്തോണ്ടിരിക്കുകയല്ലേ? സെക്കൻഡ് ബാച്ചിന് കുറച്ച് നമുക്ക് ടോപ്പിക്കുകൾ ഉണ്ട്. അവർക്ക് നമ്മൾക്ക് കോമൺ ആയിട്ട് അല്ലെ നമ്മൾ എക്സാം എടുത്തേ. ഒരു പെൻഡിങ് സെക്കൻഡ് ചാപ്റ്റേഴ്സിനെ എന്റെ 4 ചാപ്റ്റർ ആണ് ഇനി എടുക്കാനുള്ളത്. ബ്ലഡ് ബാങ്ക് മുതൽ എടുക്കാനുള്ളത്. അപ്പൊ എന്റെ ഒരു 4 ചാപ്റ്റർ അവിടെ പെൻഡിങ് കിടക്കുന്നുണ്ട്. ജിഷ് ടീച്ചറിന് കുറേ ചാപ്റ്റേഴ്സ് ഉണ്ട്. പിന്നെ അശ്വതി ടീച്ചറിന്റെ ചാപ്റ്റർ ഉണ്ട്. അപ്പൊ അത് സെക്കൻഡ് ബാച്ചിന് ഓൾറെഡി കൊടുക്കണമല്ലോ. അപ്പൊ ഞങ്ങള് ഫസ്റ്റ് ബാച്ച് സെക്കൻഡ് ബാച്ച് ഒരുമിച്ചാണ് എക്സാം ഫൈനൽ? അത് അങ്ങനെ ആയിരിക്കില്ല. അത് കറക്റ്റ് ഇനിയിപ്പോ ഇന്നിപ്പോ മാം വരുമ്പോഴാണ് ഇപ്പൊ ഞങ്ങളോട് നിങ്ങളുടെ ക്ലാസ് കഴിയുമ്പോൾ നമുക്ക് അത് അറേഞ്ച് ചെയ്യാന്നുള്ള രീതിയിലാണ് പറഞ്ഞേക്കുന്നത്. പറഞ്ഞ കാരണം അവർക്ക് ലേറ്റ് ആവുമല്ലോ. ലേറ്റ് ആവില്ല. ഒരു മാസം കൂടി അവർക്ക് പിന്നെയും വൈകൂല്ലേ. അവരുടെ റിവിഷനും എല്ലാം കൂടെ കഴിയുമ്പോ ലേറ്റ് ആവുന്നോണ്ട് അങ്ങനെ ഇല്ലെന്നാണ് ഒരു ഇൻഫർമേഷൻ അങ്ങനെയാണ് പറഞ്ഞേക്കുന്നത്. പിന്നെ കറക്റ്റ് അങ്ങനെ തന്നെയായിരിക്കും. ഒരു മാസത്തെ ഗ്യാപ്പ് ഉണ്ടല്ലോ. നിങ്ങളും ഫസ്റ്റ് ബാച്ചും സെക്കൻഡ് ബാച്ചും തമ്മിൽ ഒരു മാസത്തെ ഗ്യാപ്പ് ഇല്ലേ. അപ്പൊ അവർക്ക് അതുകൊണ്ട് കുറെ പോർഷൻസ് തീർക്കാനുണ്ട്. അപ്പോഴേക്കും എല്ലാവരെയും കുട്ടികളെ സ്കൂളിൽ തുറന്ന് പോവാണ്ട് തിരക്കാവും. ജൂൺ ആവോ? എന്തായാലും അത്രയ്ക്ക് വരുമോ അറിയില്ല. എപ്പോഴും തിരക്കാണല്ലേ. ഇനിയിപ്പോ പിള്ളേര് വെക്കേഷന് വീട്ടിൽ ഇരിക്കുമ്പോഴും അതിനേക്കാളും തിരക്കല്ലേ. ഇപ്പൊ പിന്നെ സ്കൂളിൽ പോകുന്നോണ്ട് നിങ്ങൾ ഫ്രീ അല്ലേ, അല്ലെ? വീട്ടിലിരിക്കുമ്പോ എല്ലാ കാര്യങ്ങളും ഓൾറെഡി ലേറ്റ് ആവും. വീഡിയോ നടന്നുകൊണ്ടിരിക്കുക മിസ്, അതുകൊണ്ട് എനിക്ക് റെസ്റ്റ് ഇല്ല, ഫുൾ പണിയാ. ആരത് ഫുള്ള് റെസ്റ്റ് ഇല്ലാതെ പണിയുന്നേ? ചെറിയനിക്കാണോ? ഈ പിള്ളേര് വീട്ടിലിരിക്കുമ്പോ കുറച്ചും കൂടി പണി കൂടുമല്ല എന്തായാലും, അല്ലെ? അവര് നോക്കണം. അടുത്ത മാസം എന്റെ ഹൗസ് വാമിങ്ങാ. അപ്പൊ അതുകൊണ്ട് പണിക്കാരിങ്ങനെ നടന്നുകൊണ്ടിരിക്കുന്ന പണി. ജിഷി ടീച്ചറിന്റെ ഹൗസ് വാമിംഗ് ആണ് അടുത്ത മാസം. ടീച്ചർ അതിന്റെ തിരക്കിലാണ്. ജിഷി ടീച്ചറിന്റെ അടുത്ത മാസം. അപ്പൊ അതുകൊണ്ട് ടീച്ചറും തിരക്കാണ്. ഒരുപാട് സാധനങ്ങൾ ഷിഫ്റ്റ് ചെയ്യാനൊക്കെ ഉണ്ടല്ലോ. അപ്പൊ അതൊക്കെ മാറ്റുക, എല്ലാം പ്രോപ്പർ ആക്കി. അതല്ലേ ഏറ്റവും വലിയ പണി. എല്ലാം ഒന്ന് അടക്കി സെറ്റാക്കണ്ടേ. ഭയങ്കര പണിയാ. പിന്നെ ഹൗസ് വാമിംഗ് കഴിഞ്ഞാൽ ഒരാഴ്ചക്ക് ഉണ്ടാവും പണി, അല്ലേ? 10 പേരൊക്കെ ഉണ്ട് ഒരു ദിവസം പണിക്കാര്. ഭക്ഷണമൊക്കെ കൊടുക്കണോ? ഭക്ഷണം, ചായ കൊടുക്കും. പിന്നെ വെള്ളം കൂടിയാ വെള്ളം കൊടുത്തു ബക്കറ്റ് കണക്ക് ഞാൻ വലിച്ചുകൊണ്ട് കൊടുക്കണേ. ചൂടല്ലേ ഇപ്പൊ, വെള്ളം കുടിക്കാതിരിക്കാൻ പറ്റില്ല. അതെ അതെ. അപ്പൊ ഇങ്ങനെ വിളിക്കും, മോട്ടർ ഇടണം, മോട്ടർ ഇടാൻ പോവും. എങ്ങനെ മൊത്തം തിരക്കാണ്. എൻഗേജ്ഡാണ്. എന്തായാലും നമുക്ക് ഞങ്ങളും പറഞ്ഞിട്ടുണ്ട് അവർക്ക് പഠിക്കാനുള്ള ഒരു ടൈം വേണമെന്നാണ് സാറ് പറഞ്ഞേക്കുന്നത്. 3rd-ഉം 4th-ഉം ഒരുപാടുണ്ട്. മൊത്തത്തിൽ ഞങ്ങൾക്ക് തന്നെ അറിയാം, ഓരോരുത്തരുടെ കുറേ ഉണ്ടല്ലോ. അപ്പൊ അതുകൊണ്ട് പഠിക്കാൻ കുറച്ചും കൂടി സമയം കിട്ടിയാൽ കൊള്ളാം എന്നുള്ളതാണ് അവര് പറഞ്ഞേക്കുന്നത്. എന്നുള്ളത് നിങ്ങൾ പറഞ്ഞ കാര്യങ്ങൾ ഞങ്ങൾ അപ്പൊ അറിയിക്കുന്നുണ്ട്. അപ്പൊ മാം ഇന്ന് വരും എന്നാണ് പറഞ്ഞേക്കുന്നത്. അപ്പൊ അതനുസരിച്ച് ഡേറ്റും കാര്യങ്ങളൊക്കെ ശരിയാക്കാം. എങ്ങനെയാന്ന് അറിയില്ല. ഓക്കെ. അപ്പൊ ഞങ്ങളോട് ഇപ്പൊ നമ്മുടെ ക്ലാസ് ഇന്നിപ്പോ അതാണ് ഞാൻ ഇന്ന് തീർക്കാമെന്ന് വിചാരിച്ച അങ്ങനെ ജിഷ് ടീച്ചറിനോട് ഒരു 5 മിനിറ്റ് ഞാൻ മേടിച്ചത്. ഒരു 5 മിനിറ്റ് പിന്നെ നിർത്തണോട്ടെ മിസ്സേ, എനിക്ക് കുറച്ച് തീർക്കാനുണ്ടെന്നുള്ള രീതിയിൽ പറഞ്ഞത്. ഓക്കെ. അപ്പൊ അത് ഇനി മാമിനോട് പറയാമല്ലോ. അപ്പൊ ഇന്നിപ്പോ എല്ലാവരുടെയും ചാപ്റ്റേഴ്സ് കഴിഞ്ഞല്ലോ. പിന്നെ ഇനിയിപ്പോ റിവിഷൻ അല്ലേ. മാക്സിമം നിങ്ങൾക്ക് റിവിഷൻ കിട്ടാവുന്ന രീതിയിൽ തന്നെ ഞങ്ങൾ പറയാം. ഓക്കെ. പിന്നെ ഞങ്ങൾക്ക് ഒരു സമാധാനം ഉണ്ടാവില്ല. ഞങ്ങൾക്ക് തന്നെ അറിയാം കുറെ പഠിക്കാനുണ്ടല്ലോ. ഇവിടെ മാക്സിമം ഇമ്പോർട്ടന്റ് ഏരിയകളൊക്കെ ഒന്ന് പറഞ്ഞു തന്നാൽ എല്ലാരും ഒന്ന് നോക്കി പോവുകയാണെങ്കിൽ നമുക്കൊരു കോൺഫിഡന്റ് ആവുമല്ലോ. അപ്പൊ ആദ്യത്തെയൊക്കെ മറന്നിട്ടുണ്ടാവും, അല്ലേ? കുറെ നാളായി ആദ്യം പഠിച്ചതൊക്കെ ഇനി ഒന്നോടെ ഒന്ന് പൊടി തട്ടി എടുക്കണം. അപ്പൊ നമ്മള് അതാണ് കുറെ നമ്മൾ അല്ലാണ്ട് ലീവ് ഒന്നും റിവിഷൻ ഉണ്ടാവില്ലേ? റിവിഷൻ
അതിന് എത്ര ദിവസം റിവിഷൻ എന്നുള്ളതാണ് ഇവിടെ ക്വസ്റ്റ്യൻ. എത്ര ദിവസം നിങ്ങൾക്ക് റിവിഷൻ കിട്ടുമെന്ന് അറിയില്ല. എന്തായാലും കഴിഞ്ഞ ഫസ്റ്റ് സെക്കൻഡ് മോഡ്യൂളിൽ നമ്മൾ എക്സാം നടത്തിയില്ലേ, അതിന് മുന്നേ നമുക്ക് റിവിഷൻ കിട്ടില്ല, അത്രയും കിട്ടില്ല, അത് ഷുവറാണ്. അത്രയും നിങ്ങൾക്ക് കിട്ടാനുള്ള ചാൻസ് ഇല്ല. ഇനി എത്ര ദിവസം കിട്ടും എന്നുള്ളതാണ്. മാക്സിമം റിവിഷൻ കിട്ടാവുന്ന നിങ്ങൾക്ക് ഒരു പഠിക്കാനുള്ള ഒരു ടൈം കൂടി വേണമല്ലോ. ഇത്രയും പോർഷൻസ് പറയണ്ടേ. ഫൈനൽ എക്സാം എപ്പോഴും തന്നെ ഉണ്ടാവില്ലേ മിസ്സേ? ഇമ്പോർട്ടന്റ് ക്വസ്റ്റ്യൻസ് ഒക്കെ ഒന്ന് പറഞ്ഞു തരണം. പറഞ്ഞുതരാം കേട്ടോ. ഫൈനൽ എക്സാം ഏപ്രിൽ തന്നെ ഉണ്ടാവില്ലേ? ലീവ് ഒന്നും കിട്ടിയാൽ അങ്ങനെ ഫുൾ ടൈം ഇരുന്ന് ആരും പഠിക്കൂലല്ലോ മിസ്. റിവിഷൻ ഇല്ല, ഇല്ല, കിട്ടിയാലുള്ള അതാണ് മെയിൻ എല്ലാവർക്കും ഉപകാരപ്പെടുള്ളൂ. അതെ റിവിഷനാണ് നമുക്ക് ലീവ് കൂടുന്തോറും നമ്മൾ ഉഴപ്പും. ആണെങ്കിൽ ആ ചാപ്റ്ററിൽ ഇമ്പോർട്ടൻസ് ആയിട്ടുള്ളതും പ്രീവിയസ് ഇയറിൽ ചോദിച്ചിട്ടുള്ള ക്വസ്റ്റ്യൻസ് ഒക്കെ ജസ്റ്റ് ഒന്ന് നമുക്ക് നോട്ട് ചെയ്ത് പോവുകയാണെങ്കിൽ നിങ്ങൾക്ക് മാക്സിമം അത് അത്രയും നല്ലതായിരിക്കും. നമ്മളിപ്പോ ഒരുപാട് ഇങ്ങനെ വായിച്ചു പറഞ്ഞതിൽ കാര്യമില്ലല്ലോ. അപ്പൊ അതിൽ നിന്ന് ഇമ്പോർട്ടന്റ് ഏതാണ്, ഒരു ഏരിയ നമുക്ക് എന്തായാലും വിടാൻ പറ്റാത്ത ഏരിയകൾ. റിവിഷൻ ഇനി കുറച്ച് കുറവാണെങ്കിലും കൂടുതൽ എന്താ സമയം പറഞ്ഞോ? അത് കുറച്ച് കൂടുതൽ അത് റിവിഷൻ കുറവാണെങ്കിലും ക്വസ്റ്റ്യൻസ് മറ്റേതിൽ ഇടുന്നുണ്ടല്ലോ നമുക്ക്, പിന്നെ ക്ലാസ് റൂമിലെ അതില് എല്ലാ ചാപ്റ്ററും പിന്നെ ഒതുങ്ങുന്ന പോലെയുള്ള ക്വസ്റ്റ്യൻസ് കൂടുതൽ ഇടുകയാണെങ്കിൽ നമുക്ക് അതും കുറച്ച് നോക്കാലോ. വരാൻ സാധ്യതയുള്ള നിങ്ങൾക്ക് കഴിഞ്ഞ എക്സാമിന് മുന്നേ ഇട്ട് തന്നില്ലേ? 2 ക്വസ്റ്റ്യൻ പേപ്പർ ഇട്ട് നിങ്ങൾക്ക് തന്നില്ലായിരുന്നോ പ്രീവിയസ് ഇയറിലെ? ക്വസ്റ്റ്യൻ പേപ്പർ അല്ല, ഓരോ ചാപ്റ്ററിനുള്ള കൂടുതൽ ഇമ്പോർട്ടന്റ് അത് നമുക്ക് റിവിഷന്റെ സമയത്ത് അത് മാക്സിമം വരാൻ ചെയ്യാം. സാധ്യത ഉണ്ടാവുന്ന കൂടുതൽ ക്വസ്റ്റ്യൻസ് ചാപ്റ്ററിന് പിന്നെ അതില് ക്ലാസ് റൂമിൽ ഇട്ടാ മതി. ചെയ്തു തരാം. എങ്ങനെയാണെന്ന് വെച്ചാൽ ഞങ്ങളെ കൊണ്ട് പറ്റുന്ന മാക്സിമം നിങ്ങൾക്ക് സപ്പോർട്ട് ചെയ്യുന്ന രീതിയിൽ ചെയ്തു തരാം കേട്ടോ. അപ്പൊ അതുകൊണ്ടാണ് നമ്മുടെ ഈ ക്ലാസ് ഒന്ന് വേഗം തീർക്കാലോ എന്ന് വിചാരിച്ചിട്ടാണ്. ഓക്കെ, എത്ര വരെ എഴുതി നിങ്ങൾ? ഇതൊക്കെ സിമ്പിൾ തന്നെയാണ്, വെറുതെ വേറൊന്നും പറയാനൊന്നുമില്ല. പിന്നെ വെയിറ്റിംഗ് ടൈം ഫോർ ഔട്ട് പേഷ്യന്റ് കൺസൾട്ടേഷൻ എഴുതിയായിരുന്നോ? സെയിം. നെക്സ്റ്റ് വെയിറ്റിംഗ് ടൈം ഫോർ ഡയഗ്നോസ്റ്റിക്കിന് എടുത്ത ആ വെയിറ്റിംഗ് ടൈം ഫോർമുല എഴുതാം. സം ടോട്ടൽ പേഷ്യന്റ് റിപ്പോർട്ടിംഗ് ഡിവൈഡ് ബൈ ദ നമ്പർ ഓഫ് പേഷ്യന്റ് റിപ്പോർട്ടഡ് ഇൻ ഡയഗ്നോസ്റ്റിക് റിപ്പോർട്ട് ചെയ്ത ടോട്ടൽ നമ്പർ ഓഫ് പേഷ്യൻസ്. ജസ്റ്റ് ഒന്ന് എഴുതി വെച്ചാൽ മതി. ഇത് വെറുതെ പറയുമ്പോൾ നിങ്ങൾക്കത് ഒന്നുകൂടി നിങ്ങൾക്കൊന്ന് വായിച്ചു പോകുമ്പോ അല്ലെങ്കിൽ എഴുതി പോകുമ്പോ ഒന്നുകൂടി അതൊന്ന് ആയിക്കോട്ടെ എന്ന് കരുതിയിട്ടാണ്. ഇത് 32 എണ്ണം പഠിക്കണ്ട കേട്ടോ. ഞാൻ പറഞ്ഞു തരാം ഞാൻ എത്ര എണ്ണം പഠിക്കണം എന്നുള്ളത്. ഞാൻ കുറച്ച് തരാം. നിങ്ങളുടെ ലോഡ് കുറച്ച് തരാം. ഓക്കെ, നെക്സ്റ്റ്. ഇനി 24 ആണ് ടൈം ടേക്കൺ ഫോർ ഡിസ്ചാർജ്. അത് ഇതുപോലെ തന്നെ സം ഓഫ് ടൈം ടേക്കൺ ഫോർ ഡിസ്ചാർജ് ഡിവൈഡ് ബൈ നമ്പർ ഓഫ് പേഷ്യൻസ് ഡിസ്ചാർജ് ചെയ്ത പേഷ്യൻസിന്റെ എണ്ണം കൊണ്ട് ഡിവൈഡ് ചെയ്യുക. ഇവിടെ റിപ്പോർട്ട് ചെയ്ത ആ ടൈമിനെ നമ്മൾ നമ്പർ ഓഫ് പേഷ്യൻസ് ഡിസ്ചാർജ് ചെയ്ത പേഷ്യൻസിന്റെ എണ്ണം കൊണ്ട് ഡിവൈഡ് ചെയ്യുക. ഡിസ്ചാർജിന് വേണ്ടി എടുത്ത സമയത്തെ പേഷ്യന്റ് ഡിസ്ചാർജ് ചെയ്ത പേഷ്യൻസിന്റെ എണ്ണം കൊണ്ട് ഡിവൈഡ് ചെയ്യുക. ഇനി അടുത്തത് 25 ആണ്. പെർസെന്റേജ് ഓഫ് മെഡിക്കൽ റെക്കോർഡ്സ് ഹാവിംഗ് ഇൻകംപ്ലീറ്റ് ആൻഡ് ഇംപ്രോപ്പർ കൺസെന്റ്. അത് ഇതുപോലെ തന്നെ. അല്ല മിസ്, ഒരു സംശയം. ഈ ടൈമും മറ്റേ എണ്ണും തമ്മിൽ എങ്ങനെയാണ് നമുക്ക് ചെയ്യാൻ പറ്റുക? അത് ഒന്ന് ടൈമില്ലേ, മറ്റേത് നമ്പർ അല്ലേ? അതിന്റെ പേഷ്യന്റ് അവിടെ ഡിസ്ചാർജ് ആയിട്ടുള്ള പേഷ്യൻസിന്റെ എണ്ണം കൊണ്ടും ആ ഓരോ പേഷ്യൻസിനും അവിടെ സ്പെൻഡ് ചെയ്യുന്നതാണ് ഡിസ്ചാർജിന് വേണ്ടി ടോട്ടൽ എന്നാ ഉദ്ദേശിക്കുന്നത്. അതിനുകൊണ്ട് പേഷ്യൻസിന്റെ എണ്ണം കൊണ്ട് ഡിസ്ചാർജ് ചെയ്യുക. അല്ലെങ്കിൽ അതിന്റെ ഇത് തന്നിട്ടില്ല. ജസ്റ്റ് ഫോർമുലാസ് മാത്രം നിങ്ങളൊന്ന് നോക്കി പോയാൽ മതി കേട്ടോ. ഓക്കെ, അടുത്തത് 25 ആണ്. പെർസെന്റേജ് ഓഫ് മെഡിക്കൽ റെക്കോർഡ്സിന്റെ number of medical records having incomplete and or improper consent divided by number of discharges and death. ഇവിടെ ഡിസ്ചാർജ് ചെയ്ത് അല്ലെങ്കിൽ ഡെത്ത് ആയിട്ടുള്ളവരുടെ എണ്ണം കൊണ്ട് ഡിവൈഡ് ചെയ്യുക. ഇതെല്ലാം സിമ്പിൾ ആണ്. ഇത് എന്തിനാണ് ഇത്ര ഇക്വേഷൻ കൊടുത്തേക്കണെന്ന് മനസ്സിലാവുന്നില്ല. ഓക്കെ, ഇതിന് അടുത്തതൊക്കെ കേട്ട് കഴിഞ്ഞാൽ നമുക്ക് ചിരി വരും. അതേപോലത്തെ ഇക്വേഷൻസ് ആയിട്ട് ഇനി വരുന്നത്. ഇത് നെക്സ്റ്റ് പറഞ്ഞേക്കുന്നത് പറഞ്ഞോട്ടെ. അടുത്ത 26 പറഞ്ഞോട്ടെ. സ്റ്റോക്ക് ഔട്ട് റേറ്റ്. എന്താ സ്റ്റോക്ക് ഔട്ട് എന്ന് പറയുന്നേ? സ്റ്റോക്ക് ഔട്ട് തീർന്നു പോകുന്ന അവസ്ഥ, തീർന്നു പോകുന്ന, അതായത് സ്റ്റോക്ക് ഇല്ലാത്ത ഒരവസ്ഥ.
എമർജൻസി മെഡിക്കേഷൻസ് സ്റ്റോക്ക് ഇല്ലാത്ത ഒരവസ്ഥ. അതാണ് സ്റ്റോക്ക് ഔട്ട് റേറ്റ്. സ്റ്റോക്ക് ഔട്ട് റേറ്റ് ഓഫ് എമർജൻസി മെഡിക്കേഷൻ. നിലവിൽ അപ്പം ഇവിടെ ഇതിന് സ്റ്റോക്ക് ഇല്ല എന്നാണ് ഉദ്ദേശിക്കുന്നത്. എ സ്റ്റോക്ക് ഔട്ട് ഈസ് ആൻ ഇവന്റ് വിച്ച് ഹാപ്പൻ when an item listed as an emergency medication by the organization is not available upon the requested time requirement date in that organization. ഇവിടെ എന്താ പറഞ്ഞേക്കണേ, ഓർഗനൈസേഷന് അവർക്ക് അടിയന്തരമായിട്ട് ഒരു ആവശ്യം വരുമ്പോഴോ ഇത് എമർജൻസി മെഡിസിൻ ആയിട്ട് ലിസ്റ്റ് ചെയ്തിരിക്കുന്ന ആ ഒരു മെഡിസിൻ അത് ഓർഗനൈസേഷന് ആവശ്യപ്പെട്ട തീയതിയിൽ ലഭ്യമല്ലാത്തപ്പോഴും ഇന്ന ടൈമില് ഇന്ന ഡേറ്റില് ഈ എമർജൻസി ആയിട്ടുള്ള മെഡിക്കേഷൻ ആവശ്യമുണ്ടെന്ന് പറയുമ്പോൾ ആ ഡേറ്റില് അവിടെ സ്റ്റോക്ക് ഔട്ട് ഇല്ലെങ്കിൽ, അതാണ് ആ ഒരു ഡേറ്റില് സ്റ്റോക്ക് ഔട്ട് ഇല്ല, അപ്പൊ ആ മരുന്ന് അവിടെ സ്റ്റോക്ക് ഇല്ല. അതൊരു കറക്റ്റ് ഡേറ്റ് ഇന്ന ടൈമിൽ ഈ മെഡിസിൻ വേണമെന്ന് പറയുമ്പോൾ ആ ഡേറ്റിൽ അത് അവിടെ ഇല്ലാത്തൊരു അവസ്ഥ. ഓർഗനൈസേഷന് ഇവിടെ റിക്വയർമെന്റ് അടിയന്തരമായിട്ട് ആ എമർജൻസി ആയിട്ട് എമർജൻസി മെഡിസിൻസ് എന്ന് പറഞ്ഞ് ആ ലിസ്റ്റ് ചെയ്തേക്കുന്ന ആ ഒരു ഇനം ആ ഒരു മെഡിക്കേഷൻ ഓർഗനൈസേഷൻ ആവശ്യപ്പെട്ട ഡേറ്റിന് അവിടെ അവൈലബിൾ അല്ലാത്തൊരവസ്ഥ. ഈസ് നോട്ട് അവൈലബിൾ അപ്പോൺ ദ റിക്വസ്റ്റഡ് റിക്വയർമെന്റ് ഡേറ്റ് ഇൻ ദ ഓർഗനൈസേഷൻ. കാണാനുള്ള ഫോർമുല നോക്കിയേ, നമ്പർ ഓഫ് സ്റ്റോക്ക് ഔട്ട്സ് ഓഫ് എമർജൻസി ഡ്രഗ്സ് ഡിവൈഡഡ് ബൈ നമ്പർ ഓഫ് ഡ്രഗ്സ് ലിസ്റ്റഡ് ആസ് എമർജൻസി ഡ്രഗ്സ് ഇൻ ഹോസ്പിറ്റൽ ഫോർമുലേറ്ററി ഇൻറ്റു 100. അവിടെ ഇൻറ്റു എന്നൊന്നും ഇല്ല കേട്ടോ, ഇൻറ്റു 100 ആണ് അവിടെ. അപ്പൊ നമ്പർ ഓഫ് സ്റ്റോക്ക് ഔട്ട് ഓഫ് എമർജൻസി ഡ്രഗ്സ്, എമർജൻസി അവിടെ എന്താ സ്റ്റോക്ക് ഔട്ട് ഇല്ലാത്ത എമർജൻസി ഡ്രഗ്സിന്റെ മരുന്നുകളുടെ എണ്ണം, സ്റ്റോക്ക് ഔട്ട് ഇല്ലാത്ത എമർജൻസി ഡ്രഗ്സിന്റെ എണ്ണം ഡിവൈഡഡ് ബൈ നമ്പർ ഓഫ് ഡ്രഗ്സ് ലിസ്റ്റഡ് ആസ് എമർജൻസി ഡ്രഗ് ഇൻ ഹോസ്പിറ്റൽ ഫോർമുലേറ്ററി. ആ ഹോസ്പിറ്റലിലെ എമർജൻസി ഡ്രഗ്സ് ആയിട്ട് ലിസ്റ്റ് ചെയ്തിട്ടുള്ള ഡ്രഗിന്റെ എണ്ണം കൊണ്ട് ഡിവൈഡ് ചെയ്യുക. അവിടെ ഒരു ലിസ്റ്റ് ഉണ്ടാവുമല്ലോ, എമർജൻസി ഡ്രഗ്സ് എന്ന് പറഞ്ഞുള്ള ലിസ്റ്റിന്റെ എണ്ണം. അതിനകത്ത് നോക്കുക എത്ര സ്റ്റോക്ക് ഔട്ട് ഇല്ലാത്ത എമർജൻസി ഡ്രഗ്സ്, അതിനെ ഈ മൊത്തം ആ എമർജൻസി ഡ്രഗ്സ് ആയിട്ട് ലിസ്റ്റ് ഔട്ട് ചെയ്തേക്കുന്ന ഡ്രഗ്സിന്റെ എണ്ണം കൊണ്ട് ഡിവൈഡ് ചെയ്യുക. അതിപ്പോ തന്നെ അങ്ങ് എഴുതിക്കോട്ടോ, ഈ ലാസ്റ്റ് എടുക്കുന്നില്ല, അത് പറയുമ്പോ തന്നെ എഴുതി പോക്കോ. ഇനി ഒരു 5 കൂടെ ഉള്ളൂ. സ്റ്റോക്ക് ഔട്ട് റേറ്റ് ഓഫ് എമർജൻസി മെഡിക്കേഷൻ കാണാനുള്ള ഫോർമുല, number of stock out of emergency drugs divided by number of drugs listed as emergency drugs in hospital formulary into 100. ഇനി നെക്സ്റ്റ് 27 ആണ്. 27 അവിടെ ഫോർമുല ഒന്നും തന്നിട്ടില്ല കേട്ടോ. നമ്പർ ഓഫ് വേരിയേഷൻ ജസ്റ്റ് എന്താണെന്ന് പറയാം. നമ്പർ ഓഫ് വേരിയേഷൻ ഒബ്സർവ്ഡ് ഇൻ മോക്ക് ഡ്രിൽസ്. കേട്ടിട്ടുണ്ടോ മോക്ക് ഡ്രിൽസ് എന്ന് പറഞ്ഞൊരു വേർഡ്? മോക്ക് ഡ്രിൽസ് കേട്ടിട്ടുണ്ട്. എന്താണ് മോക്ക് ഡ്രിൽസ് എന്ന് പറയുന്നത്? സംഭവത്തെ അഭിനയിച്ചിതാക്കുന്ന ഒരു നമ്മൾ എന്തെങ്കിലും ഒരു ഇവന്റ് അല്ലെ, എന്തെങ്കിലും ഒരു ഡിസാസ്റ്റർ അല്ലെങ്കിൽ ഇവന്റ് അതൊക്കെ നടക്കുന്നതിന് മുന്നുള്ള ഒരു തയ്യാറെടുപ്പിനെയാണ് മോക്ക് ഡ്രിൽസ് എന്ന് പറയുന്നത്. എന്തെങ്കിലും ഒരു സംഭവമൊക്കെ ഡിസാസ്റ്ററോ അങ്ങനെയുള്ള എന്തെങ്കിലും ഒരു സംഭവങ്ങളൊക്കെ നടക്കുമ്പോൾ ആ നടക്കുന്നതിന് മുന്നേ അതിനെ നമ്മൾ എന്തെങ്കിലും അത് വരാതിരിക്കാനോ അല്ലെങ്കിൽ അങ്ങനെ അതിനെയൊക്കെ എങ്ങനെ ഓവർകം ചെയ്യാം എന്നുള്ള രീതിയിലുള്ള ഒരു തയ്യാറെടുപ്പ് എടുക്കുന്നതിനാണ് മോക്ക് ഡ്രിൽ എന്ന് പറയുന്നത്. മോക്ക് ഡ്രിൽ ഈസ് എ സിറ്റുവേഷൻ ഈ സിമുലേഷൻ എക്സസൈസ് ഓഫ് പ്രിപ്പയർഡ്നെസ് ഫോർ എനി ടൈപ്പ് ഓഫ് ഇവന്റ്. ഏത് തരത്തിലുള്ള ഇവന്റ് ആണെങ്കിലും അതിനകത്ത് ആ ഇവന്റിനെ പ്രതിരോധിക്കാനുള്ള അതിനെ പ്രതിരോധിക്കാൻ വേണ്ടിയുള്ള തയ്യാറെടുപ്പ് എടുക്കുന്നതിനാണ്. ഇറ്റ് കുഡ് ബി ആൻ ഇവന്റ് ഓർ എ ഡിസാസ്റ്റർ. ഇതൊരു സംഭവമാകാം അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു ഡിസാസ്റ്റർ ഒക്കെ ആവാം. അതാണ് ഫയർ മോക്ക് ഡ്രില്ല്. ഇതെവിടെ താഴെ അതിന് എക്സാമ്പിൾസ് അവിടെ കൊടുത്തേണ്. ദിസ് ഈസ് ബേസിക്കലി ഡ്രൈ റൺ ഓർ പ്രിപ്പയർഡ്നെസ് ഡ്രില്ല്. ഫോർ എക്സാമ്പിൾസ് ഫയർ മോക്ക് ഡ്രില്ല്, ഡിസാസ്റ്റർ ഡ്രില്ല്, കോഡ് ബ്ലൂ ഡ്രില്ല്. അതെന്ന് വെച്ചാൽ മെഡിക്കൽ എമർജൻസീസിനെയൊക്കെ പ്രിവെന്റ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ളതാണ് കേട്ടോ കോഡ് ബ്ലൂ ഡ്രില്ല് എന്ന് പറയുന്നത്. ടു പ്രിവെന്റ് ദ മെഡിക്കൽ എമർജൻസീസ്. മെഡിക്കൽ എമർജൻസീസിനൊക്കെ അതൊക്കെ വരുന്നതിന് മുന്നുള്ള ഒരു തയ്യാറെടുപ്പ്.
തയ്യാറെടുക്കാൻ വേണ്ടിയിട്ടുള്ളത്. ഗ്ലോബൽ പാൻഡമിക് പ്രിപ്പയർനെസ് ഡ്രില്ല്. പാൻഡമിക് എന്ന് വെച്ചാൽ എന്താ? പാൻഡമിക് ഡിസീസ് എന്ന് കേട്ടിട്ടില്ലേ? പാൻഡമിക് ഗ്ലോബൽ പാൻഡമിക് ഡിസീസിന് പകർച്ചവ്യാധികളൊക്കെ ഇല്ലേ? ഇപ്പൊ എന്തെങ്കിലും അങ്ങനെയുള്ള പകർച്ചവ്യാധികളൊക്കെ വരുന്നത് ആ ഒരു സംഭവത്തിനെ പ്രതിരോധിക്കാൻ വേണ്ടിയിട്ട്, അതിന് വരുന്നതിന് മുന്നുള്ള ഒരു തയ്യാറെടുപ്പ്. അപ്പൊ എന്തെങ്കിലും അങ്ങനെയുള്ള ഒരു ഇവന്റ്സിനെ, ഏതെങ്കിലും ഒരു സംഭവം, ഇവന്റ്സ് അല്ലെങ്കിൽ ഡിസാസ്റ്റർ ഒക്കെ ആവാം മോക്ക് ഡ്രിൽ എന്ന് പറയുന്ന അതിന് ആ ഒരു സിറ്റുവേഷനെ നമ്മളൊന്ന് ഓവർകം ചെയ്യാൻ വേണ്ടിയിട്ട് അത് നമ്മൾ തയ്യാറെടുപ്പ് എടുക്കുന്നതിനെയാണ് പറയുന്നത്. അതായത് പെട്ടെന്ന് എന്തെങ്കിലും ഉണ്ടാകുന്ന ഒരു സംഭവമോ അല്ല ഒരു ദുരന്തത്തെ നേരിടാനുള്ള ഒരു പരിശീലനം ആണ് മോക്ക് ഡ്രിൽ എന്ന് പറയുന്നത്. അവിടെ ഇക്വേഷൻസ് ഒന്നും കൊടുത്തിട്ടില്ല. 27ാമത്തെ ഇനി നോക്കി. അപ്പൊ ഒരെണ്ണം കുറച്ച് പഠിച്ചാൽ മതി അല്ലെ? 31 പഠിച്ചാൽ മതി. നോക്കിയേ, 28 ആണ് ഇവിടെ തന്നേക്കുന്നത്. ഇത് നോക്കിയേ, പേഷ്യന്റ് ഫോൾ റേറ്റ്. എന്താ പേഷ്യന്റ് ഫോൾ റേറ്റ് എന്ന് പറയുന്നത്? പേഷ്യന്റിന്റെ ഫോൾ റേറ്റ്, വീഴുന്ന പേഷ്യൻസിന്റെ എണ്ണം. അത് നോക്കി എങ്ങനെയാ? ഫോൾ പെർ 1000 പേഷ്യന്റ് പറഞ്ഞേക്കുന്നത്. ഇവിടെ നോക്കി എന്തൊക്കെ പേഷ്യന്റ് ഫോൾ റേറ്റ്. ഫോൾ ഈസ് ഡിഫൈൻഡ് ആസ് ലോസ് ഓഫ് അപ്രൈറ്റ് പൊസിഷൻ. അതായത് നമുക്ക് നേരെ നിൽക്കാൻ പറ്റാത്ത ഒരു അവസ്ഥേനല്ലേ ഫോൾ എന്ന് പറയുന്നേ, വീഴുക എന്ന് പറയുന്നത്. ഓക്കെ, that result in landing on the floor. തറയിലേക്ക് വീഴാം. ഗ്രൗണ്ട്, ഫ്ലോർ, ഗ്രൗണ്ട് or an object, അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു ഒബ്ജക്റ്റിലേക്ക് ആവാം. ഒബ്ജക്റ്റ് or furniture or sudden uncontrolled uni-intentional non-purposeful downward displacement of the boy to the floor or ground or hitting another objects. മറ്റുള്ള ഒബ്ജക്ട്സിലേക്ക് ഹിറ്റ് ചെയ്യുക. ലൈക്ക് എ ചെയർ ഓർ സ്റ്റെയർ, അങ്ങനെയുള്ളത് എന്തിനേക്കെങ്കിലും ആ വീഴുന്ന ഒരവസ്ഥ. നോക്കിയേ, ആൻഡ് ഇറ്റ് ഈസ് ആൻ ഇവന്റ് ദാറ്റ് എൻഡ്സ് ഇൻ എ പേഴ്സൺ കമ്മിങ് ടു റെസ്റ്റ് അൺനോയിങ്ലി ഓൺ ദ ഗ്രൗണ്ട് ഓർ ഫ്ലോർ ഓർ അതർ ലോവർ ലെവൽ. ഒരു പേഴ്സൺ അറിയാതെ തന്നെ, അൺനോയിങ് എന്ന് പറയാം, അയാൾ അറിഞ്ഞിട്ടാവണമെന്നില്ല, അയാൾ അറിയാതെ തന്നെ ഗ്രൗണ്ടിലേക്ക് ഗ്രൗണ്ടിൽ വിശ്രമിക്കുന്ന ഒരു സംഭവമാണ് പറഞ്ഞേക്കുന്നത്. It is an event that ends in a person coming to rest unknowingly on the ground or floor or other lower level. എന്തെങ്കിലും ഒരു നമ്മളിങ്ങനെ പെട്ടെന്ന് നേരെ അപ്രൈറ്റ് പൊസിഷൻ നഷ്ടപ്പെടുന്ന അതിനാണ് ഫോൾ റേറ്റ് എന്ന് പറയുന്നത്. നമ്പർ ഓഫ് പേഷ്യന്റ് ഫോൾ. ഫോർമുല നോക്കിയേ, നമ്പർ ഓഫ് പേഷ്യന്റ് ഫോൾ ആയ പേഷ്യൻസിന്റെ എണ്ണം ഡിവൈഡ് ബൈ ടോട്ടൽ നമ്പർ ഓഫ് പേഷ്യന്റ്, മൊത്തത്തിലുള്ള ആ പേഷ്യന്റ് കൊണ്ട് ഡിവൈഡ് ചെയ്യുക. അതിൽ ഫോൾ ആയിട്ടുള്ള പേഷ്യൻസിന്റെ എണ്ണം, അതിനെ നമ്പർ ഓഫ് ടോട്ടൽ നമ്പർ ഓഫ് പേഷ്യന്റ് ഇൻറ്റു 1000 ചെയ്യുക. എഴുതി വെച്ചേ, ഫോർമുല ഒന്ന് എഴുതിക്കോ. പേഷ്യന്റ് ഫോൾ റേറ്റ്. അതെ, ഫാൾസ് പെർ 1000 പേഷ്യൻസ് ആണ് അല്ലേ? അതുകൊണ്ടാണ് 1000 കൊണ്ട്. 1000 എന്ന് വന്നേക്കുന്നത്. 1000 ചിലതിലൊക്കെ അങ്ങനെ പറഞ്ഞിട്ടുണ്ടല്ലോ, പെർ 1000 എന്നൊക്കെ. അപ്പൊ ഇൻറ്റു 1000, ഫോൾ പെർ 1000 പേഷ്യന്റ് ഡേ ആണ്. അതുകൊണ്ടാണ് ഇൻറ്റു 1000 എന്ന് പറഞ്ഞിട്ടുള്ളത്. ചിലതിലൊന്നും അടുത്തതിലൊന്നും ഈ പറഞ്ഞ ഇൻറ്റു ഇട്ടിട്ടില്ല. അങ്ങനെ നമ്പേഴ്സ് വരുന്നതൊക്കെ ഇൻറ്റു ആണ് കേട്ടോ. ഇൻറ്റു ഇത്രയും കൊണ്ട് പെർസെന്റേജ് ഒക്കെ പറയുന്നത്, പെർസെന്റേജ് പറയുന്നത് എന്തായാലും നമുക്ക് 100 ആയിരിക്കുമല്ലോ. ഈ ഫോർമുല എഴുതണം നിർബന്ധമാണോ മിസ്സേ? ഇതിനകത്ത് തന്നെ ക്വസ്റ്റ്യൻ ചോദിക്കുന്നത് ഫോർമുല ആയിട്ട് ചോദിക്കുന്നേ. കഴിഞ്ഞ മോക്ക് ടെസ്റ്റ് നോക്കിയായിരുന്നു 5 ക്വസ്റ്റ്യൻ. അത് ഞാൻ പ്രീവിയസ് ക്വസ്റ്റ്യൻ പേപ്പറിൽ കണ്ട ക്വസ്റ്റ്യൻ എടുത്തിട്ടത്. അത് ഫൈൻഡ് ഔട്ട് ദ ഫോർമുല. ഇപ്പൊ ചോദിക്കാം, ഫൈൻഡ് ഔട്ട് ദ ഫോർമുല പേഷ്യന്റ് ഫോൾ റേറ്റ് എന്ന് തന്നിട്ട് ഇത് തരാം. നമ്പർ ഓഫ് പേഷ്യന്റ് ഫോൾസ് ഡിവൈഡ് ബൈ നമ്പർ ഓഫ് പേഷ്യന്റ് ഡേ ഇൻറ്റു 1000 തിരിച്ചും തരാം. നമുക്ക് ഇതിലുണ്ടല്ലോ, ഈ നമ്മുടെ പ്രിന്റഡ് നോട്ടിലുണ്ടല്ലോ, അത് നമ്മൾ എഴുതണോന്ന് ചോദിച്ചതാ. ഇപ്പൊ എഴുതണം എന്നാണ് ചോദിച്ചത്. ഞാൻ നിങ്ങൾക്ക് ഒന്നോടെ മനസ്സിലൊന്ന് പതിഞ്ഞോട്ടെ, വെറുതെ ഇങ്ങനെ പറഞ്ഞു പോകണ്ട. ഞാനിതൊന്നും എഴുതിയിട്ടില്ല, ഞാനിവിടെ എഴുതാൻ പറ്റുന്ന അവസ്ഥയല്ല, അതുകൊണ്ട് ചോദിച്ചെഴുതണോ ഓക്കെ, കുഴപ്പമില്ല. ഞാൻ എന്തുകൊണ്ടാന്ന് വെച്ചാ വെറുതെ പറഞ്ഞു പോകുമ്പോ നമ്മുടെ ഇതിപ്പോ കേൾക്കുന്ന ഒരു ഇതല്ലേ ഉള്ളൂ. അപ്പൊ അതുകൊണ്ടാണ് ഓരോ ഇക്വേഷൻസും ആ പറഞ്ഞു പോണതിന്റെ ഒപ്പം ഒന്ന് എഴുതി പൊക്കോട്ടെ. അപ്പൊ നിങ്ങൾക്ക് മനസ്സിൽ നമ്മൾ ഒരു പ്രാവശ്യം എഴുതുമ്പോ നമുക്ക് അത്രത്തോളം കിട്ടുമല്ലോ. അതുകൊണ്ട് ഞാനൊന്ന് എഴുതിച്ചു എന്നുള്ളൂ കേട്ടോ. ഇമ്പോർട്ടന്റ് 10 പറഞ്ഞു തരാന്ന് പറഞ്ഞല്ലോ, അത് എഴുതിയാ മതി. അത് എഴുതിയാ മതി. അത് പഠിച്ചാ മതി എന്ന് ഞാൻ പറയാം. എങ്കിലും
അത് ഇമ്പോർട്ടന്റ് ആണ്, അത് നോക്കാതിരിക്കാൻ പറ്റില്ല. അത്ര തന്നെ. ഇപ്പൊ ഞാൻ 5 എണ്ണം ഇട്ടതും ക്വസ്റ്റ്യൻ പേപ്പേഴ്സ്, പ്രീവിയസ് ക്വസ്റ്റ്യൻ പേപ്പറിൽ നിന്ന് എടുത്ത ക്വസ്റ്റ്യൻ ആണ്. അപ്പൊ ഞാൻ ഇത് നോക്കിയപ്പോ ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് ഒക്കെ ഞാൻ ഓരോ ഏരിയ ഞാൻ പറഞ്ഞില്ല, പഠിപ്പിക്കുമ്പോൾ ഞാൻ ജസ്റ്റ് നോക്കും. അപ്പൊ അത് നോക്കി കഴിഞ്ഞപ്പോ ഇതിനകത്തുനിന്ന് ഈ ഒരു ക്വസ്റ്റ്യൻ ആണ് കണ്ടേക്കുന്നത്, ഫൈൻഡ് ഔട്ട് ദ ഫോർമുല. അതുകൊണ്ട് ഇത്രയും ഫോർമുലാസ്. അപ്പൊ ഞാൻ ഓർത്ത് ഇത്രയും ഫോർമുലാസ് എന്തിനാണ് അവ കൊടുത്തിരിക്കുന്നത്. ഇതിനകത്ത് ഈ ഒരു ക്വസ്റ്റ്യൻ ആണ് ഇതിൽ നിന്ന് ചോദിക്കുന്നത്, അല്ലാതെ ഇതിനെ ഒരു പാരഗ്രാഫോ അല്ലെങ്കിൽ ഇതിന്റെ ഉള്ളിൽ നിന്ന് ഒരു ക്വസ്റ്റ്യൻ ഇല്ല. ഈ ഒരു ഏരിയനെ ബേസ് ചെയ്തിട്ട് നിങ്ങൾക്ക് ഇവിടെ ക്വസ്റ്റ്യൻ ഇതിന്റെ ഫോർമുല കാണാനായി ആ ക്വസ്റ്റ്യൻ വന്നേക്കുന്നത്. ഓക്കെ, ഇനി അടുത്ത് നോക്കിയേ, പെർസെന്റേജ് ഓഫ് നിയർ മിസ്സസ്. ഇനി മിസ്സായി, ജസ്റ്റ് മിസ്സായി എന്ന് നമ്മൾ പറയൂലേ, ഇപ്പൊ വീഴാനൊക്കെ പോയിട്ട് നമ്മൾ ജസ്റ്റ് മിസ്സായി പോണത്, നമുക്ക് വേറെ ഇഞ്ചുറിയോ കാര്യങ്ങളോ ഒന്നും സംഭവിക്കൂല. ഇവിടെ നോക്കിയേ, പെർസെന്റേജ് ഓഫ് നിയർ മിസ് എന്ന് പറഞ്ഞേക്കണേ, പെർസെന്റേജ് ഓഫ് നിയർ മിസ്സസ്. എ നിയർ മിസ് ഈസ് ആൻ അൺപ്ലാൻഡ് ഇവന്റ്. അതെന്താ, അൺപ്ലാൻഡ് ആയിട്ടുള്ള ഒരു സംഭവമാണ്. ദാറ്റ് ഡിഡ് നോട്ട് എൻഡ് ഇൻ ഇഞ്ചുറി. ഒരു ഇഞ്ചുറിയിലൊന്നും സംഭവിക്കില്ല. അതല്ലേ നമ്മൾ മിസ്സായി പോണത്, ജസ്റ്റ് മിസ്സായി എന്ന് പറയും അല്ലെ, പറയാറില്ലേ? അശ്വതി മിസ് പറഞ്ഞത് നമ്മള് ഇപ്പം ഗുളിക ഒക്കെ മാറി കൊടുക്കാൻ വേണ്ടി പോവും. കൊണ്ടിട്ട് ഇത് നഴ്സുമാര് വേറെ രോഗികൾക്കുള്ള മരുന്ന് കൊണ്ടുവരും, മറ്റേ വേറൊരു പേഷ്യന്റിന്. അത് കൊണ്ടുവന്ന് ജസ്റ്റ് കൊടുക്കുന്നതിന്റെ തൊട്ട് മുമ്പേ മനസ്സിലാവും ഇത് തെറ്റിപ്പോയി എന്ന് ഇവർക്ക് മനസ്സിലാവുമ്പോ തിരിച്ചെന്നെ ഇങ്ങോട്ടന്നെ അവർക്ക് കൊടുക്കാതെ കഴിച്ചിലാവുന്നതാണ് നിയർ മിസ് എന്നാണ് പറഞ്ഞത്. അവിടെ നോക്കിയാ, അപ്പൊ അത് നമ്മളിത് ഒരു ഇഞ്ചുറിയിലോ അല്ലെങ്കിൽ ഒരു ഇൽനെസ്സിലോ അല്ലെങ്കിൽ വേറൊരു ഡാമേജിനും കാരണമാകില്ല അല്ലെ. എന്നുവെച്ചാൽ അത് സംഭവിക്കൂല, ജസ്റ്റ് മിസ് ആവണ കാര്യം പറഞ്ഞേക്കുന്നത്. അവിടെ ആ ഒരു സംഭവം ഉണ്ടാവില്ല. അതിനുള്ള ഒരു ഇതുണ്ട് അവിടെ, ആ ഒരു സംഭവത്തിനുള്ള ഒരു ചാൻസ് ഉണ്ട്. പക്ഷെ ഇതുപോലെ എന്തെങ്കിലും ഒരു കാരണം കൊണ്ട് അവിടെ മിസ്സായി പോണതാണ്. ബട്ട് ഹാഡ് ദ പവർ ടു ഡു, അത് സംഭവിക്കാനുള്ളൊരു പവർ ഉണ്ട് അതിന്. പക്ഷെ ജസ്റ്റ് എന്തെങ്കിലും ഇതുകൊണ്ട് മിസ്സാവുന്നു. ഇറേഴ്സ് ദാറ്റ് ഡിഡ് നോട്ട് റിസൾട്ട് ഇൻ പേഷ്യന്റ് ഹാം. അപ്പൊ അങ്ങനെ വരുന്ന ഇറേഴ്സോ ഇതിനെന്താ, പേഷ്യന്റിന്റെ ഹാം, അതിന് പേഷ്യന്റ് പ്രത്യേകം എന്താണ് ദോഷമൊന്നും ഉണ്ടാവില്ല. ബട്ട് കുഡ് നോട്ട് ഹാവ് ആൻഡ് ക്യാൻ ബി ക്ലാസിഫൈഡ്. ഇതിനെയാണ് നമ്മൾ നിയർ മിസ്സസ് എന്ന് പറയുന്നത്. ജസ്റ്റ് ഇങ്ങനെ എന്തെങ്കിലും ഒരു ബൈ ചാൻസിൽ അത് സംഭവിക്കാനുള്ളൊരു സാഹചര്യം അവിടെ ഉണ്ട്. പക്ഷെ എന്തെങ്കിലും കാരണങ്ങൾ കൊണ്ട് തന്നെ ജസ്റ്റ് മിസ്സായി പോകുന്നു. അതുകൊണ്ട് തന്നെ പേഷ്യൻസിന് വേറെ ഇഞ്ചുറിയോ അല്ലെങ്കിൽ ഇൽനെസ്സോ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു ഡാമേജോ കാര്യങ്ങളോ ഒന്നും ഉണ്ടാകുന്നില്ല. അതാണ് പെർസെന്റേജ് ഓഫ് നിയർ മിസ്സസ്. ഫോർമുല നോക്കിയേ, നമ്പർ ഓഫ് നിയർ മിസ്സസ് റിപ്പോർട്ടഡ്. അവിടെ റിപ്പോർട്ട് ചെയ്ത നിയർ മിസ്സസ് ഡിവൈഡഡ് ബൈ നമ്പർ ഓഫ് ഇൻസിഡൻസ് റിപ്പോർട്ടഡ് ഇൻറ്റു 100. അവിടെ ഇൻറ്റു എന്ന് എഴുതിയിട്ടില്ല കേട്ടോ. നമ്പർ ഓഫ് ഇൻസിഡൻസ് റിപ്പോർട്ട് ചെയ്ത ഇൻസിഡൻസിന്റെ എണ്ണം കൊണ്ട് ഡിവൈഡ് ചെയ്യുക, ഇൻറ്റു 100 ചെയ്യുക. ഒരു 3 എണ്ണം കൂടി ഉള്ളൂ, അതുകൂടി കഴിഞ്ഞാൽ കഴിഞ്ഞു. ഇവിടെ നമ്പർ ഓഫ് ഇൻസിഡൻസ് എന്ന് പറഞ്ഞാൽ അത് ശരിക്കും പറ്റിപ്പോയ നമ്പറാ, അവിടെ പറ്റാത്ത നമ്പർ സംഭവങ്ങൾ. അതിൽ നിന്ന് ഇപ്പൊ നമുക്ക് അങ്ങനെ ഒരു എന്താ പറയാ, ഒരു ഇറർ പറ്റുന്ന കാര്യങ്ങളില്ലേ, അതിൽ നിന്ന് മിസ്സായത് റിപ്പോർട്ട് ചെയ്യുക. പിന്നെ ഡിവൈഡഡ് ബൈ പറ്റിപ്പോയ സംഭവങ്ങള് അല്ലെ, നമ്പർ ഓഫ് ഇൻസിഡൻസ് അവിടെ റിപ്പോർട്ട് ചെയ്ത സംഭവം. ഇത്ര പേർക്ക് ഇപ്പൊ ഇങ്ങനെ ഒരു സംഭവം സംഭവിക്കാൻ ചാൻസ് ഉണ്ടല്ലോ, അങ്ങനെ പറ്റാവുന്ന ഒരു കേസ് ഉണ്ടല്ലോ, അതിന്റെ എണ്ണം കൊണ്ട് ഡിവൈഡ് ചെയ്യുക. അതില് നിയർ മിസ്സസ് ആയിട്ടുള്ളത് എണ്ണം കൊണ്ട് ഡിവൈഡ് ചെയ്യുക. ഇനി 30ാമത്തെ, ഇൻസിഡൻസ് ഓഫ് നീഡിൽ സ്റ്റിക്ക് ഇഞ്ചുറീസ്. ഇൻസിഡൻസ് ഓഫ് നീഡിൽ സ്റ്റിക്ക് ഇഞ്ചുറീസ്. ഈ നീഡിലും കൊണ്ട് എന്തെങ്കിലും ഇഞ്ചുറി ഒക്കെ സംഭവിക്കൂലേ, അങ്ങനെയുള്ളത് അതാണ് ഉദ്ദേശിക്കുന്നത്. അങ്ങനെയുള്ള സംഭവങ്ങൾ ഇൻസിഡൻസ് ഓഫ് നീഡിൽ സ്റ്റിക്ക് ഇഞ്ചുറീസ്. നീഡിൽ സ്റ്റിക്ക് ഇഞ്ചുറി ഈസ് പെർഫോമിംഗ് സ്റ്റാഫ് വൂണ്ട്. സ്റ്റാഫ് എന്ന് വെച്ചാൽ സുഷിരം. വൂണ്ട് ഫ്രം എ നീഡിൽ, ഒരു നീഡിലും കൊണ്ട് അല്ലെങ്കിൽ എന്തെങ്കിലും ഷാർപ്പ് ആയിട്ടുള്ള ഒബ്ജക്ട്സും കൊണ്ടൊക്കെ എന്തെങ്കിലും ഒരു മുറിവ് പറ്റുകയാണ്. ദാറ്റ് മേ ബി റിസൾട്ട് ഇൻ എക്സ്പോഷർ ടു ബ്ലഡ് ഓർ അതർ ബോഡി ഫ്ലൂയിഡ്. അപ്പൊ അതിന്റെ ഭാഗമായിട്ട് ആ മുറിവിൽ കൂടെ ബ്ലഡോ അല്ലെങ്കിൽ എന്തെങ്കിലും ബോഡി ഫ്ലൂയിഡോ ഒക്കെ വരികയാണെങ്കിൽ നീഡിൽ സ്റ്റിക്ക് ഇഞ്ചുറീസ് ആർ വൂണ്ട് കോസ്ഡ് ബൈ ദി നീഡിൽ ദാറ്റ് ആക്സിഡന്റലി പങ്ചർ ദ സ്കിൻ. എന്ന് പറഞ്ഞേക്കുന്നത് ഇത് ഇങ്ങനെ ഒരു നീഡിലും കൊണ്ട് എന്തെങ്കിലും ഒരു വൂണ്ടോ കാര്യങ്ങളോ ഒക്കെ സംഭവിക്കുന്നതാണ്. ഇതിനകത്തെ ഫോർമുല നോക്കിയേ, സ്കിൻ ഫോർമുല, നമ്പർ ഓഫ്
parental exposures. നോക്കട്ടെ ഒരു മിനിറ്റ്. പാരന്റൽ എക്സ്പോഷർ എന്ന് വെച്ചാൽ ബൈ ഇഞ്ചക്ഷൻ വഴി അതാട്ടോ. കാരണം അതിന്റെ മുകളിൽ ഒന്ന് എഴുതി വെച്ചോ. ബൈ ഇഞ്ചക്ഷൻ നമ്പർ ഓഫ് പാരന്റൽ എക്സ്പോഷർ എന്ന് പറഞ്ഞ ഇഞ്ചക്ഷൻ ബൈ ഇഞ്ചക്ഷൻ വഴി ഉള്ള ഇഞ്ചക്ഷൻ വഴി സംഭവിച്ചത് ഡിവൈഡ് ബൈ നമ്പർ ഓഫ് ഇൻപേഷ്യന്റ് ഡേയ്സ് ഇൻറ്റു 1000 ചെയ്യുക. ഇഞ്ചക്ഷൻ വഴി സംഭവിച്ചതാ സ്റ്റിക്ക് ഇഞ്ചുറീസ് അല്ലെങ്കിൽ എന്തെങ്കിലും ഓർ അതർ ഷാർപ്പ് ഒബ്ജക്ട്സ് കൊണ്ടോ എന്തെങ്കിലും സ്കിന്നില് എന്തെങ്കിലും ഒരു ഹോളോ കാര്യങ്ങളൊക്കെ ഉണ്ടായിട്ട് അതിൽ കൂടെ ബ്ലഡോ അല്ലെങ്കിൽ മറ്റുള്ള ബോഡി ഫ്ലൂയിഡ്സ് ഒക്കെ പുറത്തേക്ക് വരുന്ന എക്സ്പോഷർ പുറത്തേക്ക് വരുന്ന ഒരു കേസുകൾ. Others may be accidentally puncture the skin. ഇവിടെ തന്നെ നീഡിസ്റ്റിക് ഇഞ്ചുറീസ് ആർ വൂണ്ട് കോസ്ഡ് ബൈ നീഡിൽസ് കൊണ്ടൊക്കെ ഉണ്ടാക്കുന്ന ഒരു ഇഞ്ചുറിയാണ് ഉദ്ദേശിക്കുന്നത്. ഓക്കെ, അതിലേക്ക് വെച്ചൊന്ന് എഴുതാം. നെക്സ്റ്റ് 31. ഈ ഹാൻഡ് ഓവർ ഡ്യൂറിംഗ് ഷിഫ്റ്റ് ചേഞ്ചസ്, അപ്രോപ്രിയേറ്റ് ഹാൻഡ് ഓവർ. Next, appropriate handovers during shift changes to be done separately for doctors and nurses per patient per shift. ഇവിടെ എന്താ പറഞ്ഞേക്കുന്നത്? അപ്രോപ്രിയേറ്റ് ആയിട്ട് ഷിഫ്റ്റ് അത് ചേഞ്ച് ചെയ്യുന്ന സമയത്ത്, ഷിഫ്റ്റ് ആണല്ലോ പേഷ്യന്റ് ഡോക്ടർ നേഴ്സ് ഒക്കെ ഷിഫ്റ്റ് ചേഞ്ച് ചെയ്യുന്ന സമയത്ത് ഉണ്ടാകുന്ന ഒരു ഹാൻഡ് ഓവർ കൈമാറ്റങ്ങൾ ഡോക്ടേഴ്സിനും നേഴ്സിനും ഒക്കെ എങ്ങനെയാണ്? സെപ്പറേറ്റ് ആയിരിക്കണം. അപ്രോപ്രിയേറ്റ് ഹാൻഡ് ഓവേഴ്സ് ഡ്യൂറിംഗ് ദ ഷിഫ്റ്റ് ചേഞ്ചസ് ടു ബി ഡൺ സെപ്പറേറ്റ്ലി ഫോർ ഡോക്ടേഴ്സ് ആൻഡ് നേഴ്സസ്. അത് ഓരോ പെർ പേഷ്യന്റിനും ഒരു പെർ ഷിഫ്റ്റിനെ ബേസ് ചെയ്തിട്ടായിരിക്കും. ഫോർമുല ടോട്ടൽ നമ്പർ ഓഫ് ഹാൻഡ് ഓവർ ഡൺ അപ്രോപ്രിയേറ്റ്ലി. മൊത്തം അങ്ങനെ കൈമാറുന്ന ഹാൻഡ് ഓവർ ചെയ്യുന്ന ഷിഫ്റ്റ് ചേഞ്ച് ചെയ്യുമ്പോൾ ഉണ്ടാകുന്ന ഹാൻഡ് ഓവർ ചെയ്യുന്ന ആ ടോട്ടൽ നമ്പറിനെ ഡിവൈഡഡ് ബൈ ടോട്ടൽ നമ്പർ ഓഫ് ഹാൻഡ് ഓവർ ഓപ്പർച്യൂണിറ്റീസ്, ഹാൻഡ് ഓവർ ചെയ്യാനുള്ള അവസരങ്ങളുടെ എണ്ണം കൊണ്ട് ഡിവൈഡ് ചെയ്യുക, ഇൻറ്റു 100 ചെയ്യുക. അപ്രോപ്രിയേറ്റ് ആയിട്ട് നടത്തിയ ഹാൻഡ് ഓവറുകളുടെ ടോട്ടൽ നമ്പർ ഓഫ് ഹാൻഡ് ഓവേഴ്സ് ഡൺ അപ്രോപ്രിയേറ്റ്ലി. അവിടെ കൃത്യമായിട്ടുള്ള ഉചിതമായ രീതിയിൽ അല്ലെങ്കിൽ അപ്രോപ്രിയേറ്റ് ആയിട്ട് നടത്തിയ ഹാൻഡ് ഓവറുകളുടെ ടോട്ടൽ നമ്പർ ഓഫ് ഹാൻഡ് ഓവർ ഓപ്പർച്യൂണിറ്റീസ്, അവർ ഹാൻഡ് ഓവർ ചെയ്യാനുള്ള ആ ഓപ്പർച്യൂണിറ്റീസിന്റെ ടോട്ടൽ നമ്പർ കൊണ്ട് ഡിവൈഡ് ചെയ്യുക, ഇൻറ്റു 100 ചെയ്യുക. ഇനി ലാസ്റ്റ് 1 ആണ് 32. Complaints rate to medication prescription in capitals. Complaints എന്ന് വെച്ചാൽ പാലിക്കുക എന്നുള്ള മീനിങ് ആണ്. Complaints rate to medication prescription in capital letters. ഫോർമുല എന്താ തന്നേക്കണേ? ടോട്ടൽ നമ്പർ ഓഫ് പ്രിസ്ക്രിപ്ഷൻ ഇൻ ക്യാപിറ്റൽ ലെറ്റേഴ്സ്. അപ്പൊ ക്യാപിറ്റൽ ലെറ്റേഴ്സിലുള്ള പ്രിസ്ക്രിപ്ഷന്റെ ആകെ എണ്ണത്തെ ഡിവൈഡഡ് ബൈ ടോട്ടൽ നമ്പർ ഓഫ് അവിടെ മൊത്തം പ്രിസ്ക്രിപ്ഷന്റെ എണ്ണം കൊണ്ട് ഡിവൈഡ് ചെയ്യുക, ഇൻറ്റു 100 ചെയ്യുക. ടോട്ടൽ നമ്പർ ഓഫ് പ്രിസ്ക്രിപ്ഷൻ ഇൻ ക്യാപിറ്റൽ ലെറ്റേഴ്സിൽ എഴുതിയിട്ടുള്ള പ്രിസ്ക്രിപ്ഷന്റെ ടോട്ടൽ നമ്പർ ഡിവൈഡഡ് ബൈ ടോട്ടൽ നമ്പർ ഓഫ് പ്രിസ്ക്രിപ്ഷൻ ഇൻറ്റു 100. ഇത് എന്തിനു വേണ്ടിയിട്ടാണ് ഈ ഫോർമുല ഫൈൻഡ് ചെയ്യണേന്ന് മനസ്സിലായില്ല. ഇതിന്റെ ടോട്ടൽ നമ്പർ ഓഫ് പ്രിസ്ക്രിപ്ഷൻ ഇൻ ക്യാപിറ്റൽ ലെറ്റേഴ്സിൽ എഴുതിയ പ്രിസ്ക്രിപ്ഷൻ മെഡിക്കേഷൻ എഴുതുമ്പോ ക്യാപിറ്റൽ ലെറ്റേഴ്സിൽ എഴുതണം എന്നുള്ളത് എല്ലാവരും അങ്ങനെ ആവണമെന്നില്ലല്ലോ. അല്ലാതെ മാൻഡേറ്ററി ആണ്, അതെല്ലാവരും അങ്ങനെ ചെയ്യുന്നില്ല. അതുകൊണ്ട് ക്യാപിറ്റൽ എഴുതിയ പ്രിസ്ക്രിപ്ഷൻ ക്യാപിറ്റലില് ചിലപ്പോ ഐഡന്റിഫിക്കേഷൻ ആയിരിക്കും അല്ലേ? ഐഡന്റിഫിക്കേഷൻ തന്നെയായിരിക്കും. ചിലർക്ക് ഇങ്ങനെ റണ്ണിങ് ലെറ്റേഴ്സ് ഒക്കെ എഴുതുമ്പോ അത്രത്തോളം മനസ്സിലാവണമെന്നില്ല. അത് മരുന്നുകൾ തെറ്റാൻ സാധ്യത ഉണ്ട്. ക്യാപിറ്റൽ ലെറ്റർ എഴുതിയ ആരുമില്ല.
പക്ഷെ അപ്പൊ അത് അത് അതിന്റെ എത്രത്തോളം ഉപയോഗിക്കുന്നുണ്ടോ അതിന്റെ കോംപ്ലിയൻസ് റേറ്റ് ആണ്. അത് എത്രമാത്രം പാലിക്കപ്പെടുന്നുണ്ട് എന്ന് നോക്കുന്ന റേറ്റ് ആണ് ഇപ്പൊ ആ നമ്മുടെ നിയമം. അത് അങ്ങനെ പ്രിസ്ക്രിപ്ഷൻ ക്യാപിറ്റൽ ലെറ്ററിൽ വേണം എന്നുള്ള നിയമം എത്രമാത്രം പാലിക്കപ്പെടുന്നുണ്ട് എന്നുള്ള റേറ്റ് എന്നറിയാൻ വേണ്ടി അല്ലേ? ഓക്കെ. കോംപ്ലിയൻസ് റേറ്റ്. പക്ഷെ നിങ്ങളിപ്പോ പോയ ഡോക്ടേഴ്സ് ഒക്കെ ആരെങ്കിലും ഒക്കെ അങ്ങനെ എഴുതുന്നുണ്ടോ പ്രിസ്ക്രിപ്ഷൻ? ഇല്ല, ചെയ്യുന്നില്ല. അപ്പം അത്രമാത്രം അത് കുറവാണെന്ന് മനസ്സിലാവും ആ റേറ്റ് നോക്കിക്കഴിഞ്ഞാല്. ഇങ്ങനെയുള്ള ഈ ഫോർമുലാസും കാര്യങ്ങളും നമുക്ക് ഇവിടെ പറഞ്ഞിട്ടുണ്ട്. നാബ് അക്രഡിറ്റേഷന് വേണ്ടിയിട്ടാണല്ലോ. അപ്പം അവർക്ക് അല്ലാതെ ഇതങ്ങനെ എത്രത്തോളം റേറ്റ് കണ്ടു കഴിഞ്ഞാല് പിന്നെ അത് കോംപ്ലിയൻസ് ചെയ്യുന്നില്ല, അത് നിയമം പാലിക്കുന്നില്ല എന്നുള്ളത് മനസ്സിലാവും. അപ്പൊ നാബിന്റെ അക്രഡിറ്റേഷന് അതൊരു നെഗറ്റീവ് പോയിന്റ് ആയിട്ട് വരും. അതിന് വേണ്ടിയിട്ടാണ് അത് കാണുന്നത്. അല്ല, എത്രത്തോളം ഇങ്ങനെയുള്ള കാര്യങ്ങൾ ഉണ്ടായിട്ട് അത് എത്രത്തോളം ഹോസ്പിറ്റൽസിലാണെങ്കിലും അത് എന്താ പറയാ പാലിക്കുന്നുണ്ട് എന്നുള്ളതിന് നമുക്കൊന്നും പറയാൻ പറ്റില്ല. വെറുതെ നമ്മളിത് എഴുതി വെച്ചിട്ടുണ്ടെന്നല്ലാതെ ഓക്കെ ലാബിന്റെ അക്രഡിറ്റേഷൻ കിട്ടുക അതൊരു പോസിറ്റീവ് ഇതാണ് കേട്ടോ. ചിലപ്പോ അതുകൊണ്ട് അതിന് വേണ്ടി മാത്രം അല്ലെങ്കിൽ അങ്ങനെ വെക്കാം. ഇപ്പൊ നമ്മള് പോയി കണ്ട ഡോക്ടേഴ്സ് ആരും അങ്ങനെ കാൽക്കുലേറ്റേഴ്സിൽ എഴുതി കണ്ടിട്ടില്ല. പ്രിസ്ക്രിപ്ഷൻ ആരെങ്കിലും എഴുതിയിട്ടുണ്ടോ അങ്ങനെ? അത് ചിലപ്പോ നാബ് അക്രഡിറ്റഡ് ഹോസ്പിറ്റലിൽ അങ്ങനെ എഴുതുന്നുണ്ടായിരിക്കും. ഇതിപ്പോ നാബ് അക്രഡിറ്റഡ് ഹോസ്പിറ്റൽസിലും ഇങ്ങനെയാണോ ചെയ്യുന്നത് എന്നുള്ളതും അറിയില്ല. ഒന്ന് പോയി നോക്കിയാ അറിയാം അല്ലേ? ജസ്റ്റ് നമുക്ക് പഠിക്കാനുള്ളത് കൊണ്ട് നമുക്കിത് പഠിക്കാം. ഇതിന് വേണ്ടിയിട്ടാണ് എന്നുള്ളതും നാബ് അക്രഡിറ്റേഷന് അവർക്കുടെ ഒരു ഇതിന്റെ ഇതായിട്ട് പാരാമീറ്റർ ആയിട്ടോ അല്ലെങ്കിൽ അങ്ങനെയാണെന്നുള്ള രീതിയിൽ നമുക്ക് ജസ്റ്റ് ഒന്ന് പഠിച്ചു വെക്കുന്നല്ലാതെ ഇത് എത്രത്തോളം ഒക്കെ ചെയ്യുന്നുണ്ട്, വർക്ക്ഔട്ട് ആവുന്നുണ്ട് എന്നുള്ളതൊന്നും നമുക്ക് അറിയില്ല. ഓക്കെ, എന്തെങ്കിലും ആയിക്കോട്ടെ. നമുക്ക് ആ ഇക്വേഷൻസിലേക്ക് വരാം. ടോട്ടൽ നമ്പർ ഓഫ് പ്രിസ്ക്രിപ്ഷൻ ഇൻ ക്യാപിറ്റൽ ലെറ്റേഴ്സ്, ക്യാപിറ്റൽ ലെറ്റേഴ്സിലുള്ള എഴുതിയിട്ടുള്ള പ്രിസ്ക്രിപ്ഷന്റെ നമ്പർ ഡിവൈഡഡ് ബൈ ടോട്ടൽ നമ്പർ ഓഫ് പ്രിസ്ക്രിപ്ഷൻ ഇൻറ്റു 100. ഓക്കെ, അപ്പൊ ഇതോടുകൂടി കഴിഞ്ഞിട്ടോ, ഫോർമുലാസ് കഴിഞ്ഞിട്ടുണ്ട്. ഇനി ജസ്റ്റ് ഒരു ഏരിയയും കൂടി ഉള്ളൂ. അത് സിമ്പിൾ ആണ്. അതിന്റെ ജോബ് റെസ്പോൺസിബിലിറ്റി ആണ് തന്നേക്കുന്നത്, ജോബ് ഡിസ്ക്രിപ്ഷൻ. 32 എണ്ണം പറഞ്ഞിട്ടുണ്ട്. അതിൽ ഒരെണ്ണത്തിന് മാത്രം ഫോർമുലാസ് തന്നിട്ടില്ല. എത്രാമത്തെയാണ്? 27ാമത്തെ ആണ്. ബാക്കി അപ്പോ എത്രയാണ്? 31 ഫോർമുലാസ് നമ്മൾ ഓൾറെഡി പറഞ്ഞു കഴിച്ചിട്ടുണ്ട്. ഇതൊക്കെ ഒരു പോസിറ്റീവായിട്ട് നമുക്ക് എടുക്കാം. ഇപ്പൊ സഫിയ ലാസ്റ്റ് കൺക്ലൂഡ് ചെയ്ത പോലെ നാബ് അക്രഡിറ്റേഷന്റെ ഒരു ഇതിന് വേണ്ടിയിട്ടാണ്, അല്ലെങ്കിൽ അക്രഡിറ്റേഷൻ അവർക്ക് നമുക്കും എത്രത്തോളം അത് വർക്ക്ഔട്ട് ആവുന്നുണ്ട് അല്ലെങ്കിൽ അങ്ങനെ ചെയ്യുന്നുണ്ട് എന്നുള്ള കാര്യങ്ങൾ നമുക്ക് അറിയാലോ. അതിന് വേണ്ടിയായിരിക്കും എന്നുള്ളത് നോക്കാം. ഓക്കെ, 27ാമത്തെ ഇത് ടോട്ടൽ നമ്പർ ഓഫ് വേരിയേഷൻ ഒബ്സർവ്ഡ് ഇൻ എ മോക്ക് ഡ്രിൽ ഡിവൈഡഡ് ബൈ പിന്നെ ടോട്ടൽ നമ്പർ ഓഫ് മോക്ക് ഡ്രിൽസ്, എത്ര ടോട്ടൽ നമ്പർ മോക്ക് ഡ്രിൽസ് എടുത്തു എന്നുള്ളതിനെ ഡിവൈഡ് ചെയ്താൽ മതി. അത് വേരിയേഷൻ വന്നത് എത്ര എണ്ണാണോ ടോട്ടൽ എത്ര മോക്ക് ഡ്രിൽ എടുത്തു. ഇപ്പൊ ഒരു 10 മോക്ക് ഡ്രിൽ എടുത്തതിൽ ഒരു 2 എണ്ണത്തിന് നിങ്ങളുടെ പ്രിന്റഡ് നോട്ടിൽ അവിടെ എന്തെങ്കിലും തന്നിട്ടുണ്ടോ? ഇല്ല. അപ്പൊ അങ്ങനെയാണ് അത് വരിക. അത് വരാൻ സാധ്യത അങ്ങനെയാണ്. ടോട്ടൽ നമ്പർ ഓഫ് മോക്ക് ഡ്രിൽസ് പിന്നെ മോക്ക് ഡ്രിൽ എടുത്ത എണ്ണം നമ്മൾ സാധാരണ ചെയ്യണ പോലെ തന്നെ ആയിരിക്കും എന്ന് നോക്കാം. ഇത് ടോട്ടൽ നമ്പർ ഓഫ് വേരിയേഷൻ, എത്ര എണ്ണം വേരിയേഷൻ വന്നു അതിന്റെ ഡിവൈഡഡ് ബൈ എത്ര മോക്ക് ഡ്രിൽ എടുത്തു ഇൻറ്റു 100. അപ്പൊ അതിന്റെ പെർസെന്റേജ് കിട്ടും. അങ്ങനെ ഇല്ലാത്തത് കൊണ്ട് ഞാൻ പറഞ്ഞില്ല എന്നുള്ളൂ. ഓക്കെ, നമുക്ക് ഉണ്ടല്ലോ. അതുകൊണ്ട് അങ്ങനെ നമുക്കൊന്ന് കൺക്ലൂഡ് ചെയ്ത് ഈ ഒരു ഇത് ചെയ്യാം. എന്തായാലും നിങ്ങൾ വിഷമിക്കണ്ട. എന്ന് വെച്ചാൽ ഇതിൽ നിന്ന് ഫോർമുലാസേ വരുള്ളൂ. അത് ഓപ്ഷൻ ഉണ്ടാവും. ജസ്റ്റ് ഒന്ന് മനസ്സിലാക്കുക. ഇമ്പോർട്ടന്റ് ആയിട്ടുള്ളത് ഞാൻ പറഞ്ഞുതരാം. ഇതില് വേറെ നാബിന്റെ വേറെ ക്വസ്റ്റ്യൻസ് ഒക്കെ ആദ്യം വരുന്നുണ്ടല്ലോ നാബിനെ പറ്റി. അതൊക്കെ വരില്ലേ? ഏതാണോളെ? ഏതാണ് സഫിയ? ഇത് നാബിന്റെ കാര്യങ്ങളൊക്കെ ഈ ചാപ്റ്ററിൽ ആദ്യം വരുന്നുണ്ടല്ലോ. അതൊക്കെ വരുന്നുണ്ട്. ഇതിന്റെ മാത്രം ഞാൻ പറയാനുള്ളൂ കേട്ടോ. അത് മറ്റേ കീ പെർഫോമൻസ് ഇൻഡിക്കേറ്റേഴ്സ്, കീ പെർഫോമൻസ് ഇൻഡിക്കേറ്റേഴ്സിന്റെ കാര്യം ഞാൻ പറഞ്ഞത്, ഈ ഫോർമുലാസ്. ഓക്കെ, ഇനി നെക്സ്റ്റ് ലാസ്റ്റ് ഒരു ചെറിയൊരു പോർഷനും കൂടി ഉള്ളൂ.
job response description or responsibility of hospital quality manager. ഹോസ്പിറ്റൽ ക്വാളിറ്റി മാനേജറിന്റെ റെസ്പോൺസിബിലിറ്റി എന്താണ്, ഉത്തരവാദിത്തങ്ങൾ എന്തൊക്കെയാണ്? ഓക്കെ, the quality manager in hospital should support the quality assurance program cell at the hospital and accountable for designing and establishing quality procedure standards and specification in hospital. He or she must encourage quality improvement in all the process and procedures of the hospital and share reports. The quality manager in hospital should support the quality assurance program cell. Hospital quality manager hospital quality assurance program cell-നെ സപ്പോർട്ട് ചെയ്യണം. And at the hospital and is accountable for, അതുകൂടാതെ എന്തിനുള്ള ഇതുണ്ട്, designing and establishing quality procedure standard specification in hospital. ഹോസ്പിറ്റലിലെ ക്വാളിറ്റി പ്രൊസീജിയർ, ക്വാളിറ്റി ആയിട്ട് നല്ല ക്വാളിറ്റി മെയിൻറ്റെയിൻ ചെയ്യുന്ന അതുമായിട്ട് ബന്ധപ്പെട്ട് വരുന്ന പ്രൊസീജിയർസ്, അതിന്റെ സ്റ്റാൻഡേർഡ്സുകൾ, ഹോസ്പിറ്റലിന്റെ സ്റ്റാൻഡേർഡ്സ്, അതിന്റെ സ്പെസിഫിക്കേഷൻ, ഇതിനെയൊക്കെ ഡിസൈൻ ചെയ്യാനും അത് എസ്റ്റാബ്ലിഷ് ചെയ്യാനും ഉള്ള ഒരു ഉത്തരവാദിത്തം ഉള്ള ഒരാളായിരിക്കും. അക്കൗണ്ടബിൾ ഫോർ ഡിസൈനിങ് ആൻഡ് എസ്റ്റാബ്ലിഷിംഗ്, ഡിസൈൻ ചെയ്യാനും അതുപോലെ തന്നെ എസ്റ്റാബ്ലിഷ് ചെയ്യാനുള്ള ഒരു ഉത്തരവാദിത്തമുള്ള ഒരാളായിരിക്കും. ക്വാളിറ്റി ഏതൊക്കെയാ, ക്വാളിറ്റി പ്രൊസീജിയർ, ഹോസ്പിറ്റലിന്റെ സ്റ്റാൻഡേർഡ്സ്, സ്പെസിഫിക്കേഷൻ, അതൊക്കെ രൂപകൽപ്പന സ്ഥാപിക്കുന്നതിനും ഉത്തരവാദിത്തമുള്ള ഒരാളായിരിക്കും. അക്കൗണ്ടബിൾ എന്ന് വെച്ചാൽ ഉത്തരവാദിത്തമുള്ള ഒരാളായിരിക്കും. പിന്നെ he or she must encourage the quality improvement in all the process and the procedure of the hospital and share reports. ഹോസ്പിറ്റലിലെ എല്ലാ പ്രോസസ്സും, ഹോസ്പിറ്റലിൽ നടക്കുന്ന എല്ലാ പ്രോസസ്സും പ്രൊസീജിയേഴ്സും അതിന്റെ ഗുണനിലവാരം ഒക്കെ മെച്ചപ്പെടുത്താൻ അവൻ എന്ത് ചെയ്യുന്നു, അവൻ അവിടെ എൻകറേജ് ചെയ്യുകയും അതുപോലെ തന്നെ റിപ്പോർട്ടുകൾ ഷെയർ ചെയ്യുകയും ചെയ്യുന്നു. ആൻഡ് ഷെയർ റിപ്പോർട്ട്സ് ഷെയർ ചെയ്യുകയും ചെയ്യുന്നു. ഇതൊക്കെയാണ് ജോബ് ഡിസ്ക്രിപ്ഷൻ പറയുന്നത്. ഇനി ഇതിനകത്ത് ഈ ജോബ് റെസ്പോൺസിബിലിറ്റി, ഇവിടെ റെസ്പോൺസിബിലിറ്റി ഓരോന്നും പറഞ്ഞിട്ടുണ്ട്. അതിനകത്ത് 13 ജോബ് റെസ്പോൺസിബിലിറ്റിയാ പറയുന്നത്. ജസ്റ്റ് നമുക്കൊന്ന് വായിച്ച് ഓരോന്ന് പറയാം. ഫസ്റ്റ് നോക്കിയേ, ensuring good quality non-clinical services such as infection prevention, security, diet, etc. ഇപ്പൊ ഇങ്ങനെയുള്ള നോൺ ക്ലിനിക്കൽ ആയിട്ടുള്ള സർവീസുകൾ, ചികിത്സ സംബന്ധമല്ലാത്തത് സർവീസുകൾ, ഇൻഫെക്ഷൻ പ്രിവെൻഷൻ, സെക്യൂരിറ്റി, ഡയറ്റ് തുടങ്ങിയ ഒരു നോൺ ക്ലിനിക്കൽ സർവീസിന്റെ ക്വാളിറ്റി എന്ത് ചെയ്യണം, ഉറപ്പുവരുത്തണം. Ensuring good quality non-clinical services such as infection prevention, security, diet. ഇങ്ങനെ ഇത് തുടങ്ങിയ ഇൻഫെക്ഷൻ പ്രിവെൻഷൻ, അതുപോലെ തന്നെ സെക്യൂരിറ്റി, ഡയറ്റ് എന്നീ നോൺ ക്ലിനിക്കൽ സർവീസിന്റെ നല്ലൊരു ക്വാളിറ്റി എൻഷുർ ചെയ്യണം, ഉറപ്പുവരുത്തണം. പിന്നെ അടുത്തത് സെക്കൻഡ് വരുന്നത് എൻഷുറിങ് ക്ലീൻ സറൗണ്ടിങ്സ്, നല്ലൊരു സറൗണ്ടിങ്സ് ഉറപ്പുവരുത്തണം. നല്ലൊരു ചുറ്റുപാടും നമ്മുടെ സറൗണ്ടിങ്സ് ഒക്കെ ക്ലീൻ ആയിരിക്കണമല്ലോ, അത് ഉറപ്പുവരുത്തണം. ഏതൊക്കെ ഏരിയാസ് പറഞ്ഞേക്കണേ, OPD ഏരിയാസ്, ഔട്ട് പേഷ്യന്റ് ഡിപ്പാർട്ട്മെന്റ് ഏരിയാസ്, വാർഡുകള്, ലേബർ റൂം, ഓപ്പറേഷൻ തിയേറ്റർ ആൻഡ് പേഷ്യന്റ് അമ്യൂണിറ്റീസ് ആൻഡ് ഔട്ട്സോഴ്സ്ഡ് സർവീസസ്. പേഷ്യന്റിനുള്ള സൗകര്യങ്ങളൊക്കെ കൊടുക്കുന്ന സ്ഥലങ്ങള്, ഔട്ട്സോഴ്സ്ഡ് സർവീസ്, ഇങ്ങനെ OPD ഏരിയ, വാർഡ്, ലേബർ റൂം, ഓപ്പറേഷൻ തിയേറ്റർ ഇങ്ങനെയുള്ള എല്ലാ ഏരിയകളും അതിന്റെ ചുറ്റുപാടും ഒക്കെ ക്ലീൻ ആയിരിക്കണം. അങ്ങനെ ഒരു നല്ലൊരു സറൗണ്ടിങ്സ് എൻഷുർ ചെയ്യണം, ഉറപ്പുവരുത്തണം. തേർഡ് വൺ, പീരിയോഡിക്കൽ ഇവാലുവേഷൻ ഓഫ് ഹോസ്പിറ്റൽ. പീരിയോഡിക് ഇവാലുവേഷൻ നടത്തണം. Periodic evaluation of hospital on quality checklist and reach at the score for the facility. എന്ത് ചെയ്യണം, പീരിയോഡിക് ഇവാലുവേഷൻ നടത്തണം. എല്ലാ കാര്യങ്ങളും കറക്റ്റ് ആയിട്ടാണ് ചെയ്യുന്നത്, ക്വാളിറ്റി മെയിൻറ്റെയിൻ ചെയ്യാനുള്ള കാര്യങ്ങളൊക്കെ കറക്റ്റ് ആയിട്ടാണ് പോകുന്നത് എന്നുള്ളതൊക്കെ അറിയാൻ വേണ്ടിയിട്ട് പീരിയോഡിക് ഇവാലുവേഷൻ നടത്തണം. ഹോസ്പിറ്റൽസിൽ പീരിയോഡിക് ഇവാലുവേഷൻ നടത്തണം. ഓൺ ക്വാളിറ്റി ചെക്ക് ലിസ്റ്റ്,
ഈ ക്വാളിറ്റി ചെക്ക് ലിസ്റ്റും ഒക്കെ ഇതിലൊക്കെ ഉള്ളിലുള്ള പീരിയോഡിക് ഇവാലുവേഷൻ നടത്തണം ആൻഡ് റീച്ച് അറ്റ് എ സ്കോർ ഫോർ എ ഫെസിലിറ്റി. ആ ഒരു സ്കോറിലേക്ക് എത്തുന്നതിനായിട്ട് നമ്മൾ അതിനുള്ള സൗകര്യത്തിനായി സ്കോറിലേക്ക് എത്തുക. അങ്ങനെ ചെക്ക് ലിസ്റ്റ് ഒക്കെ വഴി നമ്മൾ ആ ഒരു ഇതിലേക്ക് എത്തിപ്പെടാനുള്ള കാര്യങ്ങൾ ചെയ്യുക. മൊത്തത്തിൽ പറയുകയാണെങ്കിൽ പീരിയോഡിക് ഇവാലുവേഷൻ നടത്തണം. അത്ര മതി, പീരിയോഡിക് ഇവാലുവേഷൻ ഓഫ് ഹോസ്പിറ്റൽസ്. പിന്നെ അടുത്തത് ഫോർത്ത് വൺ, ഐഡന്റിഫിക്കേഷൻ ഓഫ് ഗ്യാപ്സ്, ഗ്യാപ്പ് അനാലിസിസ്, ഡെവലപ്പ് ആക്ഷൻ പ്ലാൻ അണ്ടർ സൂപ്പർവിഷൻ ഓഫ് ഇൻചാർജ് ഓഫ് ദ ഹോസ്പിറ്റൽ ആൻഡ് മോണിറ്റർ കംപ്ലൈൻസ് മോണിറ്റർ ചെയ്യുക. പാലന രീതികളൊക്കെ മോണിറ്റർ ചെയ്യുക. ഇവിടെ നോക്കിയേ, ഐഡന്റിഫിക്കേഷൻ ഓഫ് ഗ്യാപ്സ്, ഹോസ്പിറ്റലിലെ ഇൻചാർജ് ഉള്ള ആ ഒരാള് അദ്ദേഹത്തിന്റെ സൂപ്പർവിഷൻ മേൽനോട്ടത്തില് ഈ ഇവിടെ ആക്ഷൻ പ്ലാനുകളൊക്കെ എന്ത് ചെയ്യണം, വികസിപ്പിക്കുക. ഐഡന്റിഫിക്കേഷൻ ഓഫ് ഗ്യാപ്സ്. പിന്നെ അതുപോലെ തന്നെ ഡെവലപ്പ് എ ആക്ഷൻ പ്ലാൻ അണ്ടർ ദ സൂപ്പർവിഷൻ ഓഫ് ഇൻചാർജ് ഓഫ് ദ ഹോസ്പിറ്റൽ. ഹോസ്പിറ്റലിലെ ഇൻചാർജ് ഉള്ള ആ ഒരാളുടെ സൂപ്പർവിഷനില് മേൽനോട്ടത്തില് എന്ത് ചെയ്യണം, പ്രവർത്തന പദ്ധതികളൊക്കെ ആക്ഷൻ പ്ലാനുകളൊക്കെ ഡെവലപ്പ് ചെയ്യുക. അതുപോലെ തന്നെ ആൻഡ് മോണിറ്റർ കംപ്ലൈൻസ്, പരിപാലന രീതികളെയൊക്കെ ഒന്ന് മോണിറ്റർ ചെയ്യുക. പിന്നെ അടുത്തത് ഫിഫ്ത്ത് പോയിന്റ്, ഫെസിലിറ്റേറ്റ് conduct of meeting related to quality certification. ക്വാളിറ്റി സർട്ടിഫിക്കേഷനുമായിട്ട് ബന്ധപ്പെട്ടുള്ള മീറ്റിങ്ങുകളൊക്കെ കണ്ടക്ട് ചെയ്യുക. അതിനുള്ള സൗകര്യം ഒരുക്കുക. ഫെസിലിറ്റേറ്റ് എന്ന് വെച്ചാൽ സൗകര്യം ഉണ്ടാക്കുക. എന്തിനു വേണ്ടിയിട്ട്? കണ്ടക്ട് ഓഫ് മീറ്റിംഗ് കണ്ടക്ട് ചെയ്യാൻ. എന്തിനുള്ള മീറ്റിംഗ് ആണ്? എന്തിനുള്ളതാണ്? റിലേറ്റഡ് ടു ക്വാളിറ്റി സർട്ടിഫിക്കേഷൻ. ക്വാളിറ്റി സർട്ടിഫിക്കേഷനുമായിട്ട് ബന്ധപ്പെട്ടുള്ള മീറ്റിങ്ങുകൾ കണ്ടക്ട് ചെയ്യാനുള്ള ഒരു സൗകര്യം ഒരുക്കി കൊടുക്കുക. ഇനി ആറാമത്തെ പോയിന്റ്, എൻഷുറിംഗ് ദാറ്റ് ദ ഹോസ്പിറ്റൽ മീറ്റ്സ് ഓൾ റെഗുലേറ്ററി കംപ്ലൈന്റ്സ് ലൈക്ക് BMW. ഒന്ന് നോട്ട് ചെയ്തോ, BMW എന്ന് പറഞ്ഞ വേസ്റ്റ് മാനേജ്മെന്റ്. ബയോമെഡിക്കൽ വേസ്റ്റ് ആണ് കേട്ടോ. ബയോമെഡിക്കൽ വേസ്റ്റ് ആണ് BMW. മാനേജ്മെന്റ്, ബയോമെഡിക്കൽ വേസ്റ്റ്. ബ്ലഡ് ബാങ്ക് സ്റ്റോറേജ് ലൈസൻസ് AERB. അതൊന്ന് അറ്റോമിക് എനർജി റെഗുലേറ്ററി ബോർഡ്. അതൊന്ന് വേണമെങ്കിൽ ഒന്ന് നോട്ട് ചെയ്തോ, അറ്റോമിക് എനർജി റെഗുലേറ്ററി ബോർഡ്. ഓക്കെ, അറ്റോമിക് എനർജി റെഗുലേറ്ററി ബോർഡ്. AERB റെഗുലേഷൻസ്, റേഡിയേഷൻ ലൈസൻസ് എക്സെട്ര. ഇങ്ങനെയുള്ള എല്ലാ എന്താ പറയുക, ഹോസ്പിറ്റലിലെ എല്ലാ പാലന രീതികളും അവിടെ ബയോമെഡിക്കൽ വേസ്റ്റ് മാനേജ്മെന്റ്, ബ്ലഡ് ബാങ്ക് സ്റ്റോറേജ് ലൈസൻസ്, AERB റെഗുലേഷൻസ് എല്ലാം പാലിക്കുന്നുണ്ട് എന്നുള്ളത് അത് ഉറപ്പുവരുത്തുക, എൻഷുർ ചെയ്യുക. എല്ലാത്തിനെയും പാലിക്കുന്നുണ്ട്, എല്ലാ നിയന്ത്രണ ക്രമീകരണമൊക്കെ കറക്റ്റ് ആയിട്ട് ചെയ്യുന്നത് എന്നുള്ള കാര്യം എൻഷുർ ചെയ്യുക. സെവൻത് പോയിന്റ്, keep record of non-functional devices and a timeline for its repair along with the AMC for all equipments. AMC, annual maintenance contract. എഴുതി വെച്ചേ, AMC, annual maintenance contract. Annual maintenance contract. Annual maintenance program. Contract. Contract, CONTRACT. Annual maintenance contract ആണ് AMC എന്ന് പറയുന്നത്. ഇവിടെ നോക്കിയേ, കീപ് എ റെക്കോർഡ് ഫോർ നോൺ ഫങ്ഷണൽ ഡിവൈസസ്. റെക്കോർഡ് കീപ്പ് ചെയ്യുക. ഏതാണ്? നോൺ ഫങ്ഷണൽ ഡിവൈസസ് ആൻഡ് ടൈം ലൈൻ. ഈ എക്യുപ്മെന്റ്സ്, നോൺ ഫങ്ഷണൽ ഡിവൈസ് ഉപകരണങ്ങളുടെയും പിന്നെ അതുപോലെ തന്നെ ഈ
അവിടെ എന്തെങ്കിലും മെയിൻ്റനൻസ് വർക്ക് കാര്യങ്ങളൊക്കെ ചെയ്യുന്നുണ്ട് അല്ലെങ്കിൽ അങ്ങനെയുള്ള കാര്യങ്ങൾക്കൊക്കെ വേണ്ടിയിട്ടുള്ള ടൈം ലൈനും ഒക്കെ ആശുപത്രി പാലിക്കുന്നുണ്ട് എന്നുള്ള കാര്യം അത് ഉറപ്പുവരുത്താൻ വേണ്ടി റെക്കോർഡ്സുകളൊക്കെ അവിടെ കീപ്പ് ചെയ്യുക. Keep the record of non-functional devices and timeline for its repair. അത് റിപ്പയർ ചെയ്യാനായിട്ട് അറ്റകുറ്റപ്പണികളൊക്കെ നടത്താൻ വേണ്ടിയുള്ള ടൈം ലൈൻ, അതിന് ഇത്ര ടൈം കൊണ്ട് അത് തീർക്കണം, അങ്ങനെയുള്ള ടൈം ലൈൻ ഒക്കെ പാലിക്കുന്നുണ്ടോ എന്നുള്ള കാര്യമൊക്കെ ഉറപ്പുവരുത്തുക, കീപ്പ് ചെയ്യുക. അതുമായിട്ടുള്ള ബന്ധപ്പെട്ട റെക്കോർഡുകളൊക്കെ കീപ്പ് ചെയ്യുക. ഇതെല്ലാം റെക്കോർഡിക്കലി റെക്കോർഡ് ചെയ്യണം. അടുത്തത് പ്ലാനിങ് ആൻഡ് വർക്ക്ഔട്ട് ഓഫ് മോഡലിറ്റീസ് ടുവേർഡ്സ് ദ അപ്ലിഫ്റ്റ്മെന്റ്, പ്രിവെന്റീവ് മെയിൻ്റനൻസ് ഓഫ് എക്യുപ്മെന്റ്സ് ആൻഡ് വെഹിക്കിൾസ് ആൻഡ് മോഡറൈസേഷൻ ഓഫ് ഹോസ്പിറ്റൽസ്. ഈ അവിടെ എന്താ പറയാ മെയിൻ്റനൻസ് ഓഫ് എക്യുപ്മെന്റ്സ്, ഈ ഉപകരണങ്ങളുടെയും അതുപോലെ വെഹിക്കിൾസ് വാഹനങ്ങളുടെയും ഒക്കെ പ്രതിരോധവും അതിന്റെ അറ്റകുറ്റപ്പണികള് ആശുപത്രിയുടെ നവീകരണം എന്നിവയൊക്കെ ആയിട്ടുള്ള പ്രവർത്തന രീതികളൊക്കെ ഒന്ന് പ്ലാൻ ചെയ്യുക, പ്ലാൻ ചെയ്യുക, അതുപോലെ തന്നെ വർക്ക്ഔട്ട് ചെയ്യുക. ടുവേഴ്സ് ദ അപ്ലിഫ്റ്റ്മെന്റ്, പ്രിവെന്റീവ് മെയിൻ്റനൻസ് ഓഫ് എക്യുപ്മെന്റ്സിന്റെ ഒക്കെ പ്രിവെന്റീവ് മെയിൻ്റനൻസ്, അതിന് എന്താണ് എന്തെങ്കിലും കേട് വന്ന് അതിനെ തടയാനായിട്ടുള്ളത് അല്ലെങ്കിൽ അങ്ങനെയുള്ള പ്രിവെന്റീവ് മെയിൻ്റനൻസ് എക്യുപ്മെന്റ്സ്, വെഹിക്കിൾസ്, ഹോസ്പിറ്റലിന്റെ മോഡറൈസേഷൻ, ഉന്നമനത്തിന് വേണ്ടിയിട്ടുള്ള കാര്യങ്ങൾ അതൊക്കെ പ്ലാൻ ചെയ്യുക, അതുപോലെ തന്നെ അത് വർക്ക്ഔട്ടും ചെയ്യുക. നെക്സ്റ്റ് 9th one, to institute and effective grievance redressal system both for employees and patients. ജീവനക്കാർക്കും പിന്നെ അതുപോലെ തന്നെ അവിടുത്തെ പേഷ്യൻസിന് വേണ്ടിയുള്ള പരാതികളൊക്കെ പരിഹാര സംവിധാനങ്ങളൊക്കെ നടപ്പിലാക്കുക. To institute and effective grievance redressal system for both employees and patients. അവിടുത്തെ എംപ്ലോയീസിനും ഒക്കെ എന്തെങ്കിലും പരാതികളും കാര്യങ്ങളും ഉണ്ടെങ്കിലോ അതുപോലെ പേഷ്യൻസിനൊക്കെ ഓർഗനൈസേഷനായിട്ടൊക്കെ ബന്ധപ്പെട്ടോ അല്ലെങ്കിൽ ക്വാളിറ്റി ആയിട്ട് ബന്ധപ്പെട്ട എന്തെങ്കിലും പരാതികളും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അപ്പൊ അങ്ങനെയുള്ള പരാതികൾക്കും ഒക്കെ വേണ്ടിയുള്ള അതിനെ പരിഹരിക്കാൻ വേണ്ടിയുള്ള സംവിധാനങ്ങളൊക്കെ നടപ്പിലാക്കുക. അങ്ങനെയുള്ള കാര്യങ്ങൾ കൂടി നോക്കാം. പിന്നെ അടുത്ത 9th പറഞ്ഞു. 10th one, strengthen of hospital AMIS, management information system. Strengthen of hospital management information system. Strengthen ചെയ്യുക. Strengthen of hospital management information system. പിന്നെ KPI. KPIയുടെ ഫുൾ ഫോം ആണ്, ജസ്റ്റ് ഒന്ന് നോട്ട് ചെയ്തോ. കീ പെർഫോമൻസ് ഇൻഡിക്കേറ്റർ. കീ പെർഫോമൻസ് ഇൻഡിക്കേറ്റർ. Key performance indicator and report actions taken. ഇപ്പൊ നോക്കിയേ, സ്ട്രെങ്തൻ ദ ഹോസ്പിറ്റൽ MIS, KPI ഇതൊക്കെ എന്ത് ചെയ്യുക, സ്ട്രെങ്തൻ ചെയ്യുക. അതൊക്കെ മാനേജ്മെന്റ് ഇൻഫർമേഷൻ സിസ്റ്റം, കീ പെർഫോമൻസ് ഇൻഡിക്കേറ്റേഴ്സ് ഒക്കെ അതെന്ത് ചെയ്യുക, സ്ട്രെങ്തൻ ചെയ്യുക, ശക്തിപ്പെടുത്തുക. ആൻഡ് റിപ്പോർട്ട് ആക്ഷൻ ടേക്കൺ, അതിനുള്ള സ്വീകരിച്ച നടപടിയൊക്കെ റിപ്പോർട്ട് ചെയ്യുക. കോഓർഡിനേറ്റ്. നെക്സ്റ്റ് ആണ് കോഓർഡിനേറ്റ് ഇൻ അസസിങ് അതോറിറ്റി. അതോറിറ്റിയെ വിലയിരുത്തുന്നത്, അസസ് ചെയ്യുന്നത്, കോർഡിനേറ്റ് ചെയ്യുക, ഏകോപിപ്പിക്കുക. അതോറിറ്റി അസസ് ചെയ്യുന്നത്, അതോറിറ്റിനെ അസസ് ചെയ്യുന്നത്, കോർഡിനേറ്റ് ചെയ്യുക. കോർഡിനേറ്റ് ഇൻ അസസിങ് അതോറിറ്റി. കോർഡിനേറ്റ് ഇൻ അസസിങ് അതോറിറ്റി. അതോറിറ്റിനെ കോർഡിനേറ്റ് ചെയ്യുന്നത്, ഏകോപിപ്പിക്കുക. കോർഡിനേറ്റ് ഇൻ അസസിങ് അതോറിറ്റി. അതോറിറ്റിനെ കോർഡിനേറ്റ് ചെയ്യുന്നത്, കോർഡിനേറ്റ് ചെയ്യുക, വിലയിരുത്തുന്ന, അസസ് ചെയ്യുന്നത്, കോർഡിനേറ്റ് ചെയ്യുക എന്നാട്ടോ. കോർഡിനേറ്റ് ഇൻ അസസിങ് അതോറിറ്റി. അതോറിറ്റിനെ അസസ് ചെയ്യുന്നത്, കോർഡിനേറ്റ് ചെയ്യുക.
വിലയിരുത്തുന്നത്, അതോറിറ്റിയെ വിലയിരുത്തുന്നത് ഏകോപിപ്പിക്കുക. ഇനി 12th വണ്ണാണ് ensure the employees education on quality standards. ensure എന്ന് വെച്ചാൽ എന്താ? ഉറപ്പുവരുത്തുക. ensure the employees education on quality standards. എംപ്ലോയീസിന്റെ ഗുണനിലവാരത്തിലുള്ള വിദ്യാഭ്യാസം ഉറപ്പുവരുത്തുക. എഡ്യൂക്കേഷൻ ഓൺ ക്വാളിറ്റി സ്റ്റാൻഡേർഡ്സ് എൻഷുർ ചെയ്യുക. ensure the employees education on quality standards. ക്വാളിറ്റി സ്റ്റാൻഡേർഡ്സുമായിട്ട് ബന്ധപ്പെട്ടുള്ള എംപ്ലോയീസിന്റെ എഡ്യൂക്കേഷൻ ഉറപ്പുവരുത്തുക. നല്ല എഡ്യൂക്കേറ്റഡ് ആയിട്ടുള്ള, ക്വാളിറ്റി ആയിട്ട് ബന്ധപ്പെട്ട് നല്ല എഡ്യൂക്കേറ്റഡ് ആയിട്ടുള്ള എംപ്ലോയീസ് ആണെങ്കിൽ മാത്രമേ ആ സ്റ്റാൻഡേർഡ്സ് അവിടെ നിലനിർത്താൻ പറ്റുള്ളൂ. അപ്പൊ അങ്ങനെ അത് ഉറപ്പുവരുത്തുക. ensure the employees education, എംപ്ലോയീസിന്റെ എഡ്യൂക്കേഷൻ ഉറപ്പുവരുത്തുക. എന്തുമായിട്ട്? ഓൺ ക്വാളിറ്റി സ്റ്റാൻഡേർഡ്സ് ഉറപ്പുവരുത്തുക. പിന്നെ അടുത്തത് ലാസ്റ്റ് വൺ, റെസ്പോൺസിബിൾ ഫോർ ഫ്രെയിമിംഗ് ആൻഡ് ഓർഗനൈസ് ദ ഹോസ്പിറ്റൽ കമ്മിറ്റീസ്. ഹോസ്പിറ്റൽ കമ്മിറ്റി രൂപീകരിക്കുന്നതിനും ഫ്രെയിം ചെയ്യുന്നതിനും അത് ഓർഗനൈസ് ചെയ്യുന്നതിനും ഉത്തരവാദിത്വമുണ്ട്. പല പല ആവശ്യങ്ങൾക്കായിട്ട് പല കമ്മിറ്റീസ് ഉണ്ടല്ലോ ഹോസ്പിറ്റൽസിന്. അപ്പൊ അങ്ങനെയുള്ള ഹോസ്പിറ്റൽ കമ്മിറ്റികള് ഫ്രെയിം ചെയ്യുന്നതിനും രൂപീകരിക്കുന്നതിനും അത് ഓർഗനൈസ് ചെയ്യുന്നതിനും സംഘടിപ്പിക്കുന്നതിനും ഉത്തരവാദിത്തമുണ്ട്. റെസ്പോൺസിബിൾ ഫോർ ഫ്രെയിമിംഗ് ആൻഡ് ഓർഗനൈസ് ദ ഹോസ്പിറ്റൽ കമ്മിറ്റി. ഇത്രയാണ് ക്വാളിറ്റി മാനേജറിന്റെ ജോബ് റെസ്പോൺസിബിലിറ്റി വരുന്നത്. ഹോസ്പിറ്റൽ ക്വാളിറ്റി മാനേജറുടെ ജോബ് റെസ്പോൺസിബിലിറ്റിയിൽ വരുന്നത്. റെസ്പോൺസിബിലിറ്റി ഫുൾ ആയിട്ട് പഠിക്കേണ്ട ഓപ്ഷൻ ഉണ്ടല്ലോ, അത് ജസ്റ്റ് ഒന്ന് വായിച്ച് വെക്കുക. അത്രേ ഉള്ളൂ. നമ്മുടെ ഈ ചാപ്റ്റർ തീർത്തു ഇന്നെന്ന് പറയാം. ഓക്കെ, അപ്പൊ ഇനിയിപ്പോ എന്തായാലും കൂടുതൽ എടുക്കുന്നില്ല. നെക്സ്റ്റ് ക്ലാസ്സില്, നെക്സ്റ്റ് എന്ന് വെച്ചാൽ എന്തായാലും മൺഡേയും ട്യൂസ്ഡേയും കിട്ടും. ഇനി വെനസ്ഡേയുടെ കാര്യം വെനസ്ഡേയും കൂടി കിട്ടുകയാണെങ്കിൽ 3 ദിവസം ഉണ്ടല്ലോ. അപ്പൊ 3 ദിവസം ഞാൻ ഉദ്ദേശിക്കുന്നത് എന്താന്ന് വെച്ചാൽ നമുക്ക് പ്രീവിയസ് ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് നോക്കാം. ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഓരോ ചാപ്റ്റർ ആണെങ്കിലും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു ഏരിയനെ ബേസ് ചെയ്ത് കുറച്ച് ക്വസ്റ്റ്യൻസും ഏതൊക്കെ ഏരിയ ആണ് ഫോക്കസ് ചെയ്ത് ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ചോദിച്ചിട്ടുള്ള കാര്യങ്ങളൊക്കെ ഒന്ന് പറഞ്ഞു പോകും. ഓക്കെ, എക്സാം എന്നാണ് ഡേറ്റ് കൺഫേം ആയിട്ടില്ലല്ലോ. അപ്പൊ അതുവരേക്കും പ്രിപ്പറേഷൻ എങ്ങനെയാന്ന് വെച്ചാൽ നിങ്ങൾക്ക് പറ്റുന്ന രീതിയിൽ നമ്മൾ ചെയ്തു തരാം. ഓക്കെ, അപ്പോൾ നെക്സ്റ്റ് മൺഡേ എന്തായാലും ഉണ്ടല്ലോ. അപ്പൊ മൺഡേക്ക് നമുക്ക് ഈ ചാപ്റ്റർ തന്നെ നോക്കാം. ഇതിപ്പോ നിങ്ങൾക്ക് പറഞ്ഞു തന്നെ ഉള്ളൂ. ഇതിന് മുന്നത്തെ ചാപ്റ്റർ ഒക്കെ ആണെങ്കിലും നമ്മളെന്താ കുറേ കാര്യങ്ങളല്ലേ ഓരോ ദിവസം പഠിക്കുന്നത്. അപ്പൊ അതും നമുക്കൊന്ന് പൊടി തട്ടി എടുക്കണം. അപ്പൊ ഈ ചാപ്റ്റർ തന്നെ ഇതുമായിട്ട് ബന്ധപ്പെട്ട് വരുന്നത്. പിന്നെ ഇതിന്റെ ഞാൻ പറഞ്ഞു തരാം കേട്ടോ. ഇത് ലാസ്റ്റത്തെ ഫോർമുലാസ് ഞാൻ പറഞ്ഞു തരാം. അപ്പൊ അത് മാത്രം ഫോക്കസ് ചെയ്ത് പഠിക്കുക. പിന്നെ ഇതിൽ നിന്ന് കുറച്ച് ക്വസ്റ്റ്യൻസും എല്ലാവരും നമ്മൾ മോക്ക് ടെസ്റ്റ് ചോദിച്ച ക്വസ്റ്റ്യൻസ് ആയിട്ടാണെങ്കിലും ഒക്കെ ജസ്റ്റ് ഒന്ന് പറഞ്ഞ് ചാപ്റ്റർ മൊത്തത്തിലൊന്ന് പറഞ്ഞു പോകാം. ഓക്കെ, പിന്നെ അധികം ഡെഫിനിഷൻസോ അല്ലെങ്കിൽ അങ്ങനെയുള്ള ഒന്നും പഠിക്കേണ്ടാത്തതുകൊണ്ട് വലിയ കുഴപ്പമില്ല നിങ്ങൾക്ക്, അല്ലേ? ഓക്കെ, നമുക്ക് വേറെ എന്താണ്? അങ്ങനെ നമുക്ക് ഓരോ ചാപ്റ്റർ വൈസ് തന്നെ നമുക്ക് പറഞ്ഞു പോകാം കേട്ടോ. അപ്പൊ 48 ക്വാളിറ്റി 4th മൊഡ്യൂളിൽ 2 ചാപ്റ്റർ അല്ലേ നമുക്ക് വരുന്നത്. അപ്പൊ ക്വാളിറ്റി മാനേജ്മെന്റ് ഈ ചാപ്റ്റർ തന്നെ നമുക്ക് തിങ്കളാഴ്ചത്തേക്ക് നോക്കാം. മാക്സിമം ഞാൻ അപ്പത്തേക്കും ഒന്ന് സെറ്റ് ആക്കി വെക്കാം. ഇനിയിപ്പോ 3-4 ദിവസം അവധി ഉണ്ടല്ലോ. അപ്പത്തേക്ക് ഞാൻ ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് റെഫർ ചെയ്ത് കുറച്ച് ക്വസ്റ്റ്യൻസ് എഴുതി വെക്കാം. അപ്പൊ അതിന്റെ ഇമ്പോർട്ടന്റ് ഏരിയയും പറഞ്ഞു തരാം. ഓക്കെ, കുറേ വലിച്ചു വാരി പഠിക്കാനൊക്കെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കുറെയൊക്കെ നോക്കി വെക്കാറുണ്ട്. ഷുവർ ആണ് നമുക്ക് പറയണ ഒരു ഇതുണ്ടല്ലോ. അപ്പൊ ഞാൻ കഴിഞ്ഞ എക്സാമിൽ നമ്മൾ പറഞ്ഞ എക്സ്പാൻഡഡ് ഫോം എന്തായാലും ചോദിക്കും. ഇതെല്ലാ ക്വസ്റ്റ്യൻ പേപ്പേഴ്സിലും ചോദിച്ചു കണ്ടിട്ടുള്ളതാണ് എക്സ്പാൻഡഡ് ഫോം. അങ്ങനെയുള്ളതൊക്കെ കുറച്ച് ഫോക്കസ് ചെയ്ത് വീണ്ടും റിപ്പീറ്റ് ചെയ്ത് ചോദിക്കുന്ന കുറെ ക്വസ്റ്റ്യൻസ് ഉണ്ടാവുമല്ലോ. അങ്ങനെയുള്ളതൊക്കെ നമുക്കൊന്ന് നോക്കി പോകാം. എല്ലാവർക്കുടെയും ഇങ്ങനെ തന്നെയല്ലേ, ഒരുപാട് പേജസ് ഉണ്ട് ചാപ്റ്റേഴ്സ്. പിന്നെ അതുപോലെ കണ്ടന്റും കുറെ വലിയൊരു ഏരിയ ആണ്. കുറേ ഉണ്ട് അല്ലെ പഠിക്കാനായിട്ട്. നോട്ട്സ് കുറേ ഉണ്ട്. കുറച്ച് പേജൊക്കെയാണ് വേഗം നമ്മൾ പഠിച്ചങ്ങോട്ട് തീർക്കാം. ഇത് കുറെ പേജ് ഉള്ളതുകൊണ്ട് അതേപോലെ ടൈമും വേണം നമുക്ക് ഓരോന്നിനും. ഓരോ സബ്ജക്റ്റിനും കുറച്ച് ടൈം നിങ്ങൾ തന്നെ ഡിവൈഡ് ചെയ്ത് ഓരോന്ന് നമ്മൾ മോക്ക് ടെസ്റ്റിലാണെങ്കിലും ഇത് കുറെ ക്ലാസ്സുകളായിട്ട് ഡിവൈഡ് ചെയ്തുകൊണ്ട് തന്നെ ഓൾറെഡി നിങ്ങൾക്ക് കുറെ ക്വസ്റ്റ്യൻസ് നിങ്ങൾ കിട്ടിയിട്ടുണ്ട്. അപ്പൊ ആ ക്വസ്റ്റ്യൻസ് ഒക്കെ വെച്ചിട്ടാണെങ്കിലും ജസ്റ്റ് ഒക്കെ നമുക്ക് കിട്ടുന്ന സമയം അനുസരിച്ച്
ഒന്ന് പഠിച്ചു പോവുക. പിന്നെ മാക്സിമം നമുക്ക് ഇവിടെയും ചെയ്യാലോ. അതനുസരിച്ചൊക്കെ നമുക്ക് എക്സാം എഴുതാം. ഓക്കെ, എന്നാ ക്ലാസ് ഞാൻ വൈൻഡ് അപ്പ് ചെയ്തോട്ടെ ഇനി. ഓക്കെ മിസ്. ഓക്കെ, ഓക്കെ മിസ്, താങ്ക് യു. ഹലോ സ്മിത, ഹലോ.